aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. കർത്താവിനെ നന്ദിയോടെ ഈ സമയം ഞാൻ സ്തുതിക്കുകയാണ്. അരോമ ടി വിയുടെ ഒരു ഹല്ലേലൂയ സ്തോത്രം. അരോമ ടി വിയുടെ അമരക്കാരനായ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിനെയും കുടുംബത്തെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവജനത്തെയും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം കൂടെ അറിയിക്കുന്നു. അരോമ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സൗരഭ്യവാസന എന്നാണല്ലോ. ലോകത്തിലെ 800 കോടി ജനങ്ങൾക്ക് ഈ അരോമ ടി വി ഒരു സൗരഭ്യവാസനയായി മാറണം ഞാൻ ദൈവനാമത്തിൽ ആശംസിക്കുന്നു. അരോമ ടി വിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. സ്തോത്രം. സ്ഥിരമായി അതിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും എൻ്റെ ഭൗതിക ജീവിതത്തിലും ഒക്കെ വളരെ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. ഇന്നും എനിക്ക് അരോമ ടി വിയുടെ ഒരു ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യം നിൽക്കാൻ തക്കോണം കർത്താവ് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രവചന ദൂത് സാക്ഷാത്കരിക്കുകയാണ് ദൈവം. ഹല്ലേലൂയ. എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ പേര് ശ്യാമള എന്നാണ്. ആ സഹോദരി വിശ്വാസ ജീവിതം നയിക്കുന്ന ആളാണ്. സഹോദരി എൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നിന്റെ സാക്ഷ്യങ്ങൾ അനേകര് ലോകം മൊത്തം കേൾക്കത്തക്കോണം ഒരു ദൈവപ്രവൃത്തി നിനക്ക് വരും എന്ന്, അത് നിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറുമെന്ന് ആ സഹോദരി അന്ന് ദൈവാത്മാവിൽ എന്നോട് ആലോചന അറിയിച്ചു. ഞാൻ അന്ന് മുതൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ദൈവത്തിന്റെ ആലോചന അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തോത്രം അതിനനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദൈവം തരുന്ന ഏത് ദൈവദാസനായാലും ദൈവമക്കളായാലും ദൈവ കുഞ്ഞുങ്ങളായാലും ദൈവനാമത്തിൽ അവരെന്ത് ആലോചന പറഞ്ഞാലും അത് ദൈവത്തിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഞാൻ പല ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഒരു ഉള്ളിലെ ഒരു ആഗ്രഹം ഇതെന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പം ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ അനേക ദൈവവചനം പറയുന്നു. അതുപോലെ എനിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ കടന്നു വരുമ്പോൾ അതിലൂടെ സാക്ഷ്യം പറയാനായിരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ അതിനെല്ലാം മറിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഇത് ഇത് ദൈവത്താൽ സംഭവിച്ചു. മനുഷ്യരുടെ ആശ്ചര്യം എന്ന് പറയത്തക്കോണം ദൈവത്തിന്റെ ഈ വലിയ മഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് വീണ്ടും ഈ അരോമ ടി വിയുടെ അമരക്കാരനെ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാസ്റ്റർ ഡാനിയൽ ജോണിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ പിന്നെയും ദൈവകരങ്ങളിൽ കേൾപ്പിക്കുകയാണ്. എൻ്റെ പേര് അനിൽകുമാർ. എൻ്റെ ഭാര്യ അമ്പിളി അനിൽകുമാർ. ഞങ്ങൾ കോട്ടയത്ത് മണർകാട് ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്തോത്രം. ദൈവനാമ മഹിമയ്ക്കായി ദൈവം ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നിരിക്കുന്നു. സ്തോത്രം. അതിനനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം തരുന്ന ആലോചന പ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടുപേരും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടേത്. സ്തോത്രം. കൊല്ലം ജില്ലയിൽ കുണ്ട്ര കുഴുമതിക്കാട് എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്.
ഞങ്ങൾ ഒരു യാഥാസ്ഥിക ഹിന്ദു ആശാരി കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. സോദരം, എൻ്റെ അച്ഛൻ്റെ പേര് നീലകണ്ഠൻ ആചാരി, അമ്മ ആനന്ദവല്ലി. ഞങ്ങളുടെ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം 8 മക്കളായിരുന്നു ഞങ്ങൾ. 4 സഹോദരിമാരും 4 ആൺമക്കളുമായിരുന്നു ഞങ്ങള്. സോദരം, എനിക്ക് മൂത്ത 4 സഹോദരിമാരാണ്. മൂത്ത 2 സഹോദരന്മാരും ഒരു അനുജനുമായിരുന്നു എനിക്കുള്ളത്. മക്കളിൽ ഞാൻ 7ാമത്തെ ആളാണ്, ആണുങ്ങളിൽ 3ാമത്തതുമായിരുന്നു. സോദരം, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വളരെ പാരമ്പര്യമായി മുന്നോട്ട് പോകുന്ന 30 ദൈവങ്ങൾ എന്ന് പറയുന്നവരെ സേവിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു. സ്തോത്രം. എന്നാൽ എൻ്റെ സഹോദരിമാരും എൻ്റെ സഹോദരങ്ങളൊക്കെ വളരെ അവര് എൻ്റെ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകുന്ന, മാതാപിതാക്കന്മാർ കാണിച്ചു കൊടുത്ത ആ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ആൾക്കാരായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലും മതഭക്തിയോ ദൈവസ്നേഹമോ ഒന്നും അങ്ങനെ കൂടുതൽ ചെറുപ്പം മുതലേ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ഞങ്ങള് അമ്പലങ്ങളിൽ പോയി, ഉത്സവങ്ങളൊക്കെ പോയി, അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആഴത്തിലൊരു ദൈവത്തിനെ സേവിക്കുന്ന അങ്ങനൊന്നും എനിക്കില്ലായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ആളായിരുന്നു ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസവും പിന്നെ ഞാൻ ITI ഈ സിവിൽ പഠിച്ചു പാസ്സായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത സഹോദരൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിലേക്ക് പോകുവാനും അതനുസരിച്ച് വീട്ടിലെ ഞങ്ങൾ അത്ര ടോപ്പ് ഉള്ള ഒരു ഫാമിലി അല്ല, ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും പഠിച്ചു വളർന്നതൊക്കെ. അന്ന് എല്ലാവരും വളരെ കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടാണ് മാതാപിതാക്കൾ ഞങ്ങളെ മുന്നോട്ട് വളർത്തിയത്. മറ്റ് യാതൊരുവിധമായ ലോകപരമായ ഒരു കാര്യത്തിലും ഇടപെടാതെ എല്ലാം ചിട്ടയോടുകൂടി പോകുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ സഹോദരൻ അതനുസരിച്ച് ഗൾഫിലേക്ക് പോയി. അത് കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ സഹോദരൻ ഗൾഫിലേക്ക്, ബെറിലാണ് രണ്ടുപേരും പോയത്. അത് കഴിഞ്ഞ് എന്നെയും കൂടെ അവിടെ കൊണ്ടുപോകാനുള്ള രീതിയിൽ അവർ താല്പര്യപ്പെട്ടു. അങ്ങനെ എന്നെയും അവിടെ കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്ന് ഞാൻ 1 വർഷം തികച്ചു നിന്നില്ല. അത് ഭ്രമിച്ച് ഞാനിഞ്ഞ് പോലും അവിടുത്തെ അന്നേരത്തെ എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ഇല്ലായിരുന്നു. സഹോദരൻ, ഞാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തന്നെ എൻ്റെ പാസ്പോർട്ടിൽ വയസ്സ് കൂട്ടിവെച്ച് തന്നെ ആണ് അന്നത്തെ കാലത്ത് പാസ്പോർട്ട് എടുത്തത്. സഹോദരൻ, അവിടെ ചെന്ന് എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും തിരിച്ചു പോരുന്നു. അതിനിടെ എൻ്റെ സഹോദരിമാരുടെ വിവാഹമെല്ലാം കർത്താവിന്റെ കൃപയിൽ വിവാഹം കഴിഞ്ഞു. എൻ്റെ 4ാമത്തെ സഹോദരിയെ വിവാഹം കഴിച്ച സഹോദരൻ മസ്കറ്റിലായിരുന്നു ജോലി. അദ്ദേഹം ഞാൻ ബഹ്റൈനിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് വന്നു. നാട്ടിൽ നിന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു വിസ അയച്ചു തന്നു. ഞാൻ അങ്ങനെ കയറിപ്പോയി. അവിടെ ഞാൻ 88 ഞാൻ കടന്നു പോകുന്നത്. അവിടെ 2-3 വർഷം ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു. അവിടുത്തെ വർക്കൊക്കെ അവിടുത്തെ രീതിയിലൊക്കെ വർക്കൊക്കെ പഠിച്ചുകൊണ്ട് ഞാൻ പിന്നെ കർത്താവിന്റെ കൃപയിൽ അവിടെ സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുവാൻ കർത്താവ് അവിടുന്ന് ഭാഗ്യം ഒരുക്കി. അന്നൊന്നും ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്ന ആളല്ല, ഞാൻ സാധാരണ ജാതിയായിട്ട് നിൽക്കുന്ന ഒരു അവസരമായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും ഞാൻ എൻ്റെ അവിടുത്തെ വർക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അത് എനിക്ക് വലിയൊരു അനുഗ്രഹത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു സാഹചര്യം ഇല്ലാത്തൊരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ വളരെ ഗ്രാമമായ ഒരു ദേശമായിരുന്നു. എന്നാൽ ആ ദേശം എന്ന് പറയുന്നത് വളരെ അവിടുത്തെ പേരുകേട്ട ഷേഖന്മാരുടെ ഒരു ദേശമാണ്. എങ്കിലും അവിടെ എനിക്ക് അവിടെ ആ കമ്പനി നടത്തുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതിലൂടെ എനിക്ക് എൻ്റെ ഇളയ സഹോദരനെ അവിടെ വരുത്തുവാനും അതിന് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഇടുവാനും അത് കഴിഞ്ഞ് എൻ്റെ ഇളയ സഹോദരിയുടെ ഹസ്ബൻഡിന് സൂപ്പർ മാർക്കറ്റ് ഇടുവാനും ഒരു റെഡിമെയ്ഡ് ഷോപ്പ് നടക്കുവാനും ഒക്കെ ദൈവം ഇവിടെ നല്ല അവസരമൊക്കെ ഒരുക്കി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അറബിയും ഞാനും കൂടെ കമ്മീഷൻ വ്യവസ്ഥയിലാണ് വർക്കൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ എൻ്റെ അറബി ഇടയ്ക്ക് വെച്ച് അവനോട് കറക്റ്റ് കാര്യങ്ങളെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. അവൻ എന്നോട് വളരെ വല്ലാത്ത അവന്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്ന് എൻ്റെ സാമ്പത്തിക മേഖലയിലൊക്കെ പിന്നെ അവൻ കൈകടത്തുവാനും പിന്നെ അവന്റെ മേഖലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ ഉള്ള രീതിയിൽ വന്നു. അപ്പോഴത്തേക്കൊക്കെ നമ്മുടെ സാമ്പത്തികം ഒത്തിരി നമുക്ക് ലഭിക്കാനുണ്ടായിരുന്നു സഹോദരൻ. പക്ഷേ അതൊക്കെ എൻ്റെ അറബി അത് കൈപ്പറ്റി എന്നെ അവിടുന്ന് അതിൽ നിന്ന് മാറ്റി എന്നെ എത്രയും പെട്ടെന്ന് ദേശത്ത് തന്നെ എന്നേക്കും ക്യാൻസൽ ചെയ്ത് എന്നെ നാട്ടിലേക്ക് വിടാൻ പോകണം. അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാനങ്ങനെ നാട്ടിൽ വന്നു. വളരെ പരിതാപത്തോടെ ഞാൻ നാട്ടിൽ വന്നതെങ്കിലും
സ്വതന്ത്രം എനിക്ക് മറ്റേ ദുഃഖമോ സങ്കടമൊന്നുമില്ല. ഞാൻ ഭാഗമൊന്നും വെച്ചിട്ടില്ല. ഞാൻ സ്വതന്ത്രനായിട്ട് നിൽക്കുക. അങ്ങനെ ഞാൻ നാട്ടിൽ 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ബെറില്ല വീണ്ടും എനിക്കൊരു വിസ അയച്ചു. വീണ്ടും ആ മാസ്കറ്റിൽ തന്നെ ഞാൻ കടന്നുപോയി. അവിടെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയത് പിന്നെയും അവിടെ ചെന്ന് എന്നെ അറിയുന്ന ഒരു സ്പോൺസറായിരുന്നു. ഞാൻ ഇങ്ങനെ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം എന്നെ അറിയാവുന്നത് കൊണ്ട് വീണ്ടും ആ ദേശത്തേക്ക് വരുത്തുവാനും വീണ്ടും ഞാൻ ചെയ്തതുപോലെ കഴിഞ്ഞ നാളിൽ നിന്ന് ചെയ്തതുപോലെ വീണ്ടും അവിടെ വർക്കൊക്കെ എടുത്ത് ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ സ്തോത്രം എനിക്ക് പിന്നെയും ഈ ആദ്യത്തെ അനുഭവം പോലെ തന്നെ വീണ്ടും ഈ സ്പോൺസർ എന്നോട് ഇവിടെ കാണിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി. അന്നേരം എനിക്ക് മനസ്സിലായി വീണ്ടും ഇത് എന്നെ കഴിഞ്ഞ നാളിൽ ചെയ്തതുപോലുള്ള ഒരു അവസരമായി വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യം, ഞാൻ ആ ദേശത്ത് നിന്ന് ഞാൻ ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്ന് 265 കിലോമീറ്റർ ഇന്ത്യയിലെ ഏരിയയിലാണ് ഞാൻ ആയിരുന്നത്. അവിടുന്ന് ഞാൻ പിന്നെ ഈ സ്പോൺസറുടെ ഈ പ്രതികൂലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ വീണ്ടും ആ സ്ഥലത്ത് നിന്ന് മാറി ഞാൻ മസ്കറ്റ് എന്ന ദേശത്തേക്ക് പോകുവാനും അവിടെ നിന്ന് എൻ്റെ ID കാർഡോ മറ്റു യാതൊരു രേഖകളും ഇല്ല. പക്ഷേ സഹോദരൻ അവിടെ ജോലി ചെയ്യുവാൻ തപ്പോൾ എനിക്ക് അന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇതൊക്കെ ഒരു ദൈവത്തിന്റെ പദ്ധതിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഒരു വചനം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവമാണ്. പക്ഷേ ദൈവം, നമ്മൾ വചനങ്ങൾ പഠിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ കണ്ടിരുന്ന ഒരു ദൈവം. പക്ഷേ ആ ഒരു വെളിപ്പാടോ അല്ലെങ്കിൽ ആ ഒരു ദർശനമോ എൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായി ഇപ്പോൾ ഞാൻ അതൊക്കെ ഓർക്കുമ്പോൾ എന്നെ അവിടെ ആയിരുന്ന നാളുകളൊക്കെ എനിക്ക് വന്ന എല്ലാ പ്രതികൂലത്തിന്റെ മധ്യയിലും ദൈവം എന്നെ പരിപാലിച്ച വിധങ്ങൾ ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാതിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസരമാണ്. കാര്യം പല അവസരങ്ങളിൽ എനിക്ക് വല്ലാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായി. പക്ഷെ അവിടെയൊക്കെ എന്നെ കരുതിയ ഒരു ദൈവസ്നേഹം അവിടെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് ഞാൻ അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ കൊണ്ടുവരാൻ വേണ്ടി എന്നെ അന്ന് അവിടെ പരിപാലിച്ച വിധങ്ങൾ ഞാൻ നോക്കുമ്പോൾ എണ്ണിയാ തീരാത്ത സ്തോത്രമാണ് ആ ദൈവത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഞാൻ ആ മസ്കറ്റിന്റെ പ്രദേശത്ത് ഞാൻ ആ മസ്കറ്റിൽ നിന്ന സമയത്ത് ഞാൻ ചെയ്യാത്ത ജോലികളില്ല. കാര്യം എന്റെ സ്പോൺസർ നിൽക്കുന്നത് എനിക്ക് പെട്ടെന്ന് കയറിപ്പോയ പിന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടാവത്തില്ല. അത് പ്രകാരം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറെ ഓരോരോ കമ്പനികളിൽ മാറിയും മറിഞ്ഞു അങ്ങനെ മുന്നോട്ട് ജോലി ചെയ്ത് സ്തോത്രം. പിന്നെ അങ്ങേയറ്റം പെട്രോളിയം ഡെവലപ്മെന്റ് ആ മേഖലയിലൊക്കെ എനിക്ക് അവിടെ വർക്ക് കോൺട്രാക്ട് ബേസിൽ വർക്കൊക്കെ ചെയ്യാൻ അവസരം കിട്ടി. അതൊക്കെ ദൈവം ഒരുക്കിയത്. അവിടെയൊക്കെ വളരെ നമ്മളെ വളരെ പ്രൊട്ടക്റ്റോട് നിൽക്കുന്ന ഏരിയയാണ്. അവിടെ നിന്നും ആ ഒരു ചെക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും കടന്നു വരികയില്ല. പക്ഷെ അവിടെയൊക്കെ ശമ്പളം കുറവാണെങ്കിലും ഞാൻ ഒരു 6 മാസത്തോളം അവിടെ നിന്നതിന് ശേഷം ഞാൻ വീണ്ടും മസ്കറ്റിന്റെ പ്രദേശത്ത് കടന്നു വരുവാനും അവിടെ ഞാൻ വേറൊരു കമ്പനിയിൽ കടന്നു പോയപ്പോൾ കൊട്ടാരക്കരയുള്ള ഒരു മനോജ് എന്ന് പറയുന്ന ഒരു ദൈവ മകൻ ഞാനുമായിട്ട് ബന്ധപ്പെടുവാനും ഇടപെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. അദ്ദേഹം വലിയ തീഷ്ണതയുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ സാധാരണ ഒരു വിശ്വാസം എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോകാൻ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ അന്നോട്ട് എനിക്ക് അത്ര വലിയൊരു ദൈവ സ്നേഹമൊന്നും അനുഭവിക്കാൻ അവിടെ കഴിഞ്ഞില്ല. മനോജ് എന്ന് പറയുന്ന സഹോദരന്റെ ജ്യേഷ്ഠൻ മസ്കറ്റ് ബർഖ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടായ്മയിൽ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ടാണ് അവിടെ പ്രാർത്ഥന. അങ്ങനെ ഇടയ്ക്ക് ഞാൻ അവിടെ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബർഖെ പിന്നെ സ്ഥിരം താമസമാക്കിക്കൊണ്ട് അവിടെ ഈ ഇംഗ്ലീഷുകാരുടെ ഒരു കമ്പനി അവിടെ ഒരു പ്രൊജക്ട് എടുത്ത് ബർഖ കടൽ വെള്ളം ശുദ്ധീകരിച്ച് അതിൽ നിന്ന് ശുദ്ധജലം ഡ്രിങ്കിങ് വാട്ടറിനും പിന്നെ അതിൽ നിന്ന് കറണ്ട് ഉൽപാദനം എന്നുള്ള ഒരു പ്രോജക്റ്റ് അവിടെ ഇംഗ്ലീഷുകാർ ഒരു കമ്പനി അവിടെ വന്നു ആ പ്രോജക്റ്റ് എടുക്കാൻ വന്നപ്പോൾ അവരതിൻ്റെ വർക്കൊക്കെ ആരംഭിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പുറത്തുനിന്ന് കോൺട്രാക്ട് ബേസിൽ ആൾക്കാരെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും പോയി. എനിക്ക് അവിടെ 1 വർഷത്തേക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ദൈവം. അതൊക്കെ ഒരിക്കലും അവിടെ നിന്ന് നമുക്കൊന്നും ഒരിക്കലും അവിടെ ഒരു സാഹചര്യം നമുക്ക് കയറി ഒരു ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലായിടത്താണ് എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയുന്നത് അത് ദൈവം എനിക്ക് ഒരുക്കിയതാണ്. കാര്യം അവിടെ ഞാൻ നിൽക്കണമെന്ന് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. സ്തോത്രം. അത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് സ്തുതിക്കുന്നു. ആ കമ്പനിയിൽ 1 വർഷത്തോളം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ കമ്പനിയിലുള്ള എല്ലാ മെയിൻ അവിടുത്തെ സ്തോത്രം ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായി. ഇവരൊക്കെ എന്നോട് ഇവിടെ തന്നെ വിസ അടിച്ചു തരാം അങ്ങനെ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അതിലൊക്കെ കൂടുതൽ വിശ്വസിച്ചു. എങ്കിലും
ഈ കമ്പനിയിൽ ചെല്ലുമ്പോൾ ഞാൻ കൊട്ടാരക്കര തന്നെയുള്ള ഒരു സഹോദരൻ ജേക്കബ് എന്ന് പറയുന്ന ഒരു സഹോദരനുമായിട്ട് ഇടപെടുവാനും, ആ സഹോദരൻ വിശ്വാസത്തിലായിരുന്നു. അത് മനോജിന്റെ കണക്കുള്ള ഒരു വിശ്വാസമല്ലായിരുന്നു. ജേക്കബ് എന്ന് പറയുന്നത് നല്ല തീഷ്ണതയുള്ള ഒരു മകനായിരുന്നു. സ്തോത്രം. ദൈവത്തെ നന്നായി, നമ്മള് വചനത്തിൽ പറയുന്ന പോലെ യഹോവ നല്ലവനും ഞാൻ രുചിച്ചറിഞ്ഞു എന്ന് പറയത്തില്ല, അതുപോലെ ദൈവത്തെ നല്ലോണം രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എന്നെയും കൂടെ വിളിക്കും, ഞാനും കൂടെ പോയി പ്രാർത്ഥിക്കും, വചനമൊക്കെ എന്നോട് വായിക്കാൻ പറയും. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ജോലി കഴിഞ്ഞ് ഈ ജേക്കബ് ബ്രദേഴ്സ് താമസിക്കുന്ന ബെർക്കെ ടൗണിൽ തന്നെയാണ്. അവിടെ തന്നെ എനിക്കൊരു ഭവനം ഒരു ഫ്രണ്ടിനെ എടുത്തു. ഞാനും അവിടെ താമസമായി. അങ്ങനെ ബെർക്കയിൽ ആയിരിക്കുന്ന സമയത്ത് എന്നെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകാൻ ഈ സഹോദരൻ പോകുന്ന ഒരു ചർച്ചുണ്ട് ബെർക്കയിൽ. അത് നമ്മളിവിടെ അറിയാം, കേരളത്തിൽ കിളിമാനൂർ ഉള്ള സഹോദരം വേണുദാസ് എന്ന് പറയുന്ന ദേവദാസനാണ് അവിടെ കൂട്ടായ്മ നടത്തുന്നത്. സ്തോത്രം. അങ്ങനെ അവിടെ കടന്നു പോകാൻ തക്കോണം എനിക്കും അവസരമൊരുക്കി. അവിടെ വൈകുന്നേരത്താണ്, വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും, അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ സ്തോത്രം, ഞാൻ ഇന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവ സാന്നിധ്യം എന്നിൽ അവിടെ അനുഭവിച്ചറിയാൻ ദൈവം എനിക്ക് സഹായിച്ചു. അവിടുത്തെ പാട്ടിലൊക്കെ ഞാൻ തന്നെത്തായിരുന്നു കരഞ്ഞുപോയി. അന്ന് ഞാൻ ചെന്നപ്പോൾ പാടിയ 1-2 പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പാട്ടിൽ നിന്നും എനിക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു അവസരം എനിക്ക് ഒരുക്കി. കാര്യം നമ്മൾ പാടുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാണ്. ആ പാട്ടൊക്കെ അതൊക്കെ എനിക്ക് വല്ലാതെ സ്തോത്രം. അതിന്റെ അവസാനത്തെ പറയുന്നു, ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവാൻ. ഈ പാട്ടൊക്കെ എന്നെ വല്ലാതെ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. സ്തോത്രം. ഹാലേലൂയ. അത് കഴിഞ്ഞ് അന്നത്തെ ഇറങ്ങിയ പാട്ടായിരുന്നു സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. ഈ പാട്ടൊക്കെ അന്ന് അവിടെ പാടിയപ്പോൾ ഞാനിരുന്ന് അറിയാതിരുന്ന് കരയുമായിരുന്നു. എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ ആ അവസരത്തിൽ പിന്നെ ആ പ്രാർത്ഥനയിൽ എനിക്ക് പോകാൻ വളരെ താല്പര്യമായിരുന്നു. സ്തോത്രം. അങ്ങനെ ആ ഒരു ദിവസത്തിന് വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്ന ഒരു അവസരമായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ജേക്കബ് സഹോദരൻ എൻ്റെ റൂമിൽ വരികയും ഞങ്ങളിരുന്ന് ഒന്നിച്ചിരുന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുക, എന്നോട് സുവിശേഷമൊക്കെ അദ്ദേഹം വാതൊരാതെ പറയുമായിരുന്നു. അങ്ങനെ അതിനകത്ത് എനിക്ക് വല്ലാത്ത ഒരു ദൈവത്തോട് സ്നേഹം ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ എന്നിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് ദൈവമുണ്ട്, മുസ്ലിങ്ങൾക്ക് മുസ്ലിം ദൈവമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്കല്ലാതെ വലിയ കൂടുതൽ എനിക്ക് മതഭക്തിയിൽ ഒന്നും ഒരു വലിയ ആഴത്തുള്ള ഒരു സ്നേഹം, സാധാരണ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസരം. പക്ഷേ ഈ സഹോദരൻ വന്ന് എന്നോട് വചനങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും അവരോട് കൂടുതൽ അറിയാനൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടായി. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് വെള്ളിയാഴ്ച മാത്രമല്ല ചില ദിവസം കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, ആ കോട്ടേജ് മീറ്റിലൊക്കെ നമുക്ക് കടന്നു പോകണം. അന്നേരം നമുക്ക് ഒത്തിരിയും കൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവവചനം പഠിക്കുവാനും ഒക്കെ നമുക്ക് സാഹചര്യം ഉണ്ടാകുന്നതാണ്. സ്തോത്രം. ഞാൻ അങ്ങനെ ആ സഹോദരനെ സ്തോത്രം എൻ്റെ കൂടെ ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. അങ്ങനെ അവിടുത്തെ ദേവദാസൻ എന്ന് പറഞ്ഞാൽ ദേവദാസൻ എവിടെ പോകുന്ന കോട്ടേജ് മീറ്റിങ്ങിൽ ഞങ്ങളെയും കൊണ്ടുപോകുമായിരുന്നു. സ്തോത്രം. അങ്ങനെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. കടന്നു വരുന്ന ജനങ്ങളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ ആ ദേവദാസനുണ്ടായിരുന്നു. വളരെ ആന്റിയും ആ ദേവദാസനൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ ഉത്സാഹം കാണിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോവുകയും വരികയും ഇങ്ങനെ ചെയ്തു. അങ്ങനെ അവിടെ 2023 ഞാൻ ഓഗസ്റ്റിലെ ഒരു കോട്ടേജ് മീറ്റിംഗ് പാസ്റ്ററിന്റെ വീട്ടിൽ വെച്ചായിരുന്നു നടത്തിയത്. അന്ന് നടത്തിയ അവസരത്തിൽ എനിക്ക് രക്ഷാവചനം ചൊല്ലിത്തന്നു. സ്തോത്രം. അതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവം തന്നു. അന്ന് എനിക്ക് പ്രാർത്ഥിച്ച് ഒരു ബൈബിളും തന്നു. സ്തോത്രം. അന്ന് ഈ ബൈബിളും എന്നെ രക്ഷാവചനം തന്നത് അന്ന് വേണു പാസ്റ്ററിന്റെ സഭയിൽ ഒരു അസിസ്റ്റന്റായിട്ട് നിൽക്കുന്ന ചെങ്ങമ്മനാട്ടുള്ള ജോമോൻ പാസ്റ്റർ ആയിരുന്നു എനിക്കിത് എന്നെ രക്ഷാവചനം തന്നു പറഞ്ഞതും ബൈബിൾ പ്രാർത്ഥിച്ചു തന്നതും. അവിടുത്തെ പ്രാർത്ഥനയൊക്കെ പങ്കുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ ഈ ബൈബിൾ പഠിക്കാൻ തുടങ്ങി.
ബൈബിള് കിട്ടിയപ്പോൾ ഞാൻ അന്നൊരു എനിക്ക് വലിയ വായനാശീലമൊന്നും ഉള്ള ഒരു കൂട്ടത്തിലൊന്നും അല്ല. അന്നേരം എന്തെങ്കിലും ന്യൂസ് പേപ്പർ കിട്ടിയാലും നമ്മൾ അത്യാവശ്യം ഒന്ന് വായിച്ചൊന്ന് മാറ്റും. അങ്ങനെ വല്ലാത്ത നോവൽ വായനയോ അങ്ങനെയുള്ള ഒരു വായനാശീലം എനിക്ക് അങ്ങനെ വളരെ ഇല്ല. പക്ഷെ എനിക്ക് ബൈബിള് കിട്ടിയപ്പം ഇത് ഒന്ന് പഠിക്കണമെന്ന് എന്നുവെച്ചാൽ കേൾക്കുന്ന വചനമൊക്കെ നമുക്കതൊന്നും പഠിക്കാമല്ലോ എന്നുള്ള രീതി അങ്ങനെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ എനിക്ക് ഈ വചനം ഈ യോഹന്നാൻ സുവിശേഷം 8:32 നമ്മുടെ അവിടെ പറയും, നിന്റെ വചനം സത്യമാണ്. അന്നേരം അതിന് 8:17 ഓക്കെ സോറി 17:17 പറയുന്നു, യോഹന്നാൻ സുവിശേഷം 17 പറയുന്നു, നിന്റെ വചനം സത്യമാണ്. അന്നേരം മറ്റൊന്നും സത്യമല്ല. ഞാൻ ഇന്നലെ വരെയും പഠിച്ചുകൊണ്ടിരുന്നതും അറിഞ്ഞിരുന്നതും ഒന്നും സത്യമല്ല. യഥാർത്ഥ സത്യം ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അതെനിക്ക് വല്ലാതെ എന്നെ അങ്ങോട്ട് സ്തോത്രം മുന്നേ ബുദ്ധിമുട്ട്. അന്നേരം ഞാൻ കൂടുതൽ ദൈവത്തിന്റെ വചനം പഠിക്കാൻ തുടങ്ങി. ആ വചനം പഠിക്കുമ്പോൾ വചനം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് കേൾവിയുള്ളൂ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്കത് വല്ലാത്തൊരവസ്ഥ. അന്നേരം പിന്നെ പഠിക്കുന്നതിനനുസരിച്ച് എനിക്ക് ദൈവസ്നേഹം അധികമായി, ദൈവത്തിന്റെ സ്നേഹം അറിയാൻ കഴിയും. പഠിക്കുമ്പോൾ നമുക്ക് ഏത് വ്യക്തിക്കും വചനം ചുമ്മാതെ നമ്മൾ വായിക്കുകയല്ല, പത്രമാണ് നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് ബൈബിളാണ് പഠിക്കേണ്ടത്, വായിക്കുകയല്ല പഠിക്കണം. അത് പഠിച്ച് നമ്മൾ ഹൃദയത്തിൽ സംഭരിക്കണം. വചനം 119 സങ്കീർത്തനത്തിൽ നമ്മൾ 11 വാക്യത്തിൽ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല. സ്തോത്രം. ഒന്നൊക്കെ പോലും എത്ര ഹല്ലേലൂയ സ്തോത്രം. വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. വചനത്തിന്, നമ്മൾ കേൾക്കുന്ന വചനത്തിന് ഒരു ശക്തിയുണ്ട്, കേൾക്കുന്ന വചനത്തിനൊരു പ്രവൃത്തിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുന്നോട്ട്. ചുമ്മാതെ നമ്മൾ വായിച്ചു പോകുന്ന ഒരിതല്ല ബൈബിള്. എത്രമാത്രം ബൈബിൾ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നോ അതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ എല്ലാവിധ മേഖലകളിലും വചനം എബ്രായലേഖനം 4:12 പറയുന്നത് തന്നെ എന്താണ്? ദൈവത്തിന്റെ വചനം ഇരുവാൾത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു കയറി ചെല്ലുന്നതാണ്, അത് നിന്റെ ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും മാറ്റുന്നതാണെന്ന്. നോക്കേ പോലും നമ്മള് പറയുന്ന ഈ ബൈബിളിൽ പറയുന്ന വചനത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. എത്രമാത്രം നാം വചനം ഏറ്റെടുക്കുന്നോ എൻ്റെ വചനത്തിന് എൻ്റെ ജീവിതത്തിൽ സകലതും ചെയ്യാൻ കഴിയും. അത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എത്രമാത്രം വചനത്തെ നമ്മൾ ഏറ്റെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവ മഹത്വം വെളിപ്പെടുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ അല്ലേ പറ്റൂ. അതിലൂടെ എനിക്ക് ബൈബിള് കിട്ടിയപ്പോൾ എനിക്ക് വചനം പഠിക്കുവാൻ ഒരു അവസരം ദൈവം എനിക്ക് തന്നു. സ്തോത്രം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം, നമ്മള് ഇരിമ്യാവൊക്കെ പറയുന്നത്, എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടിരുന്നു എന്ന് പറയുന്ന പോലെ എന്നെയും ആ ദൈവം കണ്ടിരുന്നത് കൊണ്ടാ അവിടെ വന്ന പ്രതികൂലത്തിലെല്ലാം എന്നെ കർത്താവ് പരിപാലിച്ചു. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല അവസരങ്ങളിലും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ സ്പോൺസറിൽ ഞാൻ മാറി നിൽക്കുകയാണെന്നേരം എനിക്ക് ID കാർഡോ മറ്റു രേഖകളോ ഒന്നുമില്ല. ഏത് സമയത്തും ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടും, ഞാൻ ജയിലിൽ അകപ്പെടും എന്നൊക്കെയുള്ള അതെല്ലാവർക്കും അറിയാവുന്നൊരു പരമമായ സത്യമാണ്. പക്ഷേ ഈ നിന്ന കാലത്ത് ഒരിക്കലും എൻ്റെ ദൈവം എന്നെ കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൻ മടിയിൽ വഹിക്കുന്നത് പോലെ, മറയ്ക്കുന്നത് പോലെ സോദര എൻ്റെ ദൈവം അവിടെ എന്നെ പരിപാലിച്ചു. അതൊക്കെ എനിക്ക് സ്പഷ്ടമായിട്ട് അറിയാം. കാര്യം ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാക്കിയപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെ അവിടുന്ന് വിടുവിച്ചല്ലോ സ്തോത്രം. പക്ഷേ പിന്നീട് ഞാൻ അറിയുന്നു, ഇതെല്ലാം എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അത് കൊണ്ടാണ് എനിക്ക് വന്ന ആ അനർത്ഥങ്ങളും ആപത്തുകളിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ സഭയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വചനങ്ങൾ കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സകല ആ ദൈവദാസനെയും കുടുംബത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ ആത്മീയതയിൽ വളരെ സ്വതന്ത്രം, എന്നെ മാത്രമല്ല കടന്നു വരുന്ന ഓരോരുത്തരെയും വളരെ ട്രെയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവദാസനും കുടുംബമായിരുന്നു. വചനങ്ങൾ പഠിപ്പിച്ച് പ്രാർത്ഥിക്കുവാനും, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കോട്ടേജ് മീറ്റിൽ പാസ്റ്റർ മനഃപൂർവ്വമായിട്ട് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, പ്രബോധനം പറയാൻ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ വളരെ നല്ല എന്താ വെച്ചാൽ ബൈബിൾ സ്കൂളിൽ അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതാ ഞാൻ പറയേണ്ടത്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ആ കൂട്ടായ്മ. അങ്ങനെ അവിടെ വചനം പഠിക്കാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ വചനം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു. എനിക്ക് സ്നാനപ്പെടാൻ ഒരു ടെൻഡൻസി കൊണ്ടിട്ട് എനിക്ക് സ്നാനപ്പെടണം.
ഇനി അതിനുള്ള കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരം ബദറിലോ ഉണ്ടായിരുന്നു. ബദറിലോ ഞാൻ ഒരു റൂമിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ അന്ന് രാത്രി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന കാര്യമെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. സ്തോത്രം. അന്നേരം എൻ്റെ സഹോദരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ നാട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ദൈവദാസനാണ്, അവൻ്റെ ചർച്ചിൽ പോയി നിനക്ക് സ്നാനപ്പെടാം, ഞാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ അന്ന് രാത്രി ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. ഞാൻ ഇങ്ങനെ ഉറങ്ങി നല്ല ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ സ്തോത്രം എനിക്ക് രാത്രി ഒരു മണി കഴിഞ്ഞു, 1:30 ആവുന്ന സമയത്ത് സ്തോത്രം ഞാൻ കിടക്കുന്ന ബെഡിനെ വന്ന് എൻ്റെ മാറോട് തട്ടി എന്നെ ഇങ്ങനെ തട്ടുവാണ്. സ്തോത്രം. അതുവരെ ഞാൻ ഹാലയിലെ ദൈവശബ്ദം കേൾക്കുകയോ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് രാത്രിയിൽ ഒരു തേജോമനമായ ഒരു ഹാലയിലെ വ്യക്തി എന്ന് വെച്ചാൽ വെള്ള വസ്ത്രധാരിയായി, അതിന്റെ രൂപം എന്നെ കാണിക്കുന്നത് തലയിലെ മുടിയെല്ലാം പഞ്ഞി പോലെ ഉള്ള ഒരു ഹാലേലിയ ഒരു വ്യക്തി വന്ന് എന്നെ വിളിച്ചു ഉണർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ സ്നാനപ്പെടണം. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കിയപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു ഒരു സാന്നിധ്യത്തിന്റെ അന്ന് ഞാൻ അനുഭവിക്കുക. സ്തോത്രം. ഞാൻ നോക്കിയപ്പോ എൻ്റെ സഹോദരൻ നല്ലോണം കിടന്നുറങ്ങുന്നു. സ്തോത്രം. എനിക്കത് ആ സാന്നിധ്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രമാത്രം ആ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എന്നെ കിടക്കയിൽ വന്ന് എന്നെ തട്ടി ഉണർത്തിയ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നു. സ്തോത്രം. അതുവരെയും ഞാൻ ഇങ്ങനെ അത് യേശുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വെളിപ്പാട് പുസ്തകം ഞാൻ പഠിച്ചപ്പോൾ 1-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, സ്തോത്രം, ഹാലിൽ അവന്റെ തലമുടി വെള്ള ഹാലിൽ പഞ്ഞി പോലുള്ള വാക്യങ്ങളൊക്കെ അന്നേരം പിന്നെ ഞാൻ അന്നേരം ഓർത്തു, എൻ്റെ കർത്താവായിരുന്നു. അങ്ങനെ എൻ്റെ കർത്താവ് എന്നെ വന്ന് ഉണർത്തി ഹാലിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ സ്നാനപ്പെടുന്നു. സ്തോത്രം. ഞാനത് എൻ്റെ വെറലായി വിളിച്ചുണർത്തി പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു സ്നാനപ്പെടണം. പുള്ളിക്ക് എന്നെക്കുറിച്ച് ബൈബിളിനെ കുറിച്ച് ഒത്തിരി അറിവൊക്കെ ഉണ്ടെങ്കിലും പുള്ളി സ്നാനപ്പെട്ടൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ജാതിയായിട്ട് നിൽക്കുന്ന അവസരം. അങ്ങനെ ഞാൻ പറഞ്ഞു, നാളെ ഞാൻ ജോലിക്ക് കമ്പനി പോകുന്നില്ല, ഞാൻ എനിക്ക് ദേവദാസനെ കാണുമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ വേറെ കൂടെ പറഞ്ഞു, ഞാനും രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. രാവിലെ ഞാൻ ദേവദാസന്റെ ഭവനത്തിൽ ചെന്ന് വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദേവദാസൻ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഇങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അനിലെ, അങ്ങനെ നമ്മൾ സ്നാനപ്പെടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം പെട്ടെന്ന് കയറി സ്നാനപ്പെടാനുള്ളതല്ല. സ്നാനം എന്താണ്, സ്നാനം ആർക്കാണ്, സ്നാനം കഴിഞ്ഞാൽ സ്നാനാർത്ഥിയുടെ ഉത്തരവാദിത്വം എന്താണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് അതിന് നല്ലോണം ബൈബിൾ നല്ലോണം പഠിക്കണം. സ്നാന ക്ലാസ് ഞങ്ങൾ തരാം. അത് നല്ല പഠിച്ച് നമ്മൾ നല്ല നമ്മൾ ഓടിപ്പോയി സ്നാനപ്പെട്ടിട്ട് എന്ന് വെച്ചാൽ നമ്മളെല്ലാം നിലനിൽക്കുന്ന, പലപ്പോഴും സ്നാനപ്പെട്ട് പലരും പിന്മാറ്റത്തിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുന്നത്. സ്നാനം ചുമ്മാതെ പോയി സ്നാനപ്പെട്ടത് എന്താണ് സ്നാനം? സ്നാനം നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. സ്നാനം എന്താണെന്നും സ്നാനം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഹാലിൽ ഓടിപ്പോയി സ്നാനപ്പെട്ട് പാസ്റ്റർ പറഞ്ഞ് സ്നാനപ്പെട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പറഞ്ഞ്, എൻ്റെ ഭർത്താവ് പറഞ്ഞു, എൻ്റെ സഹോദരൻ പറഞ്ഞു ഹാലേലുയ ഒന്നുമല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പോകേണ്ടത് വ്യക്തമായി ദൈവശബ്ദം കേട്ട്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വ്യക്തമായ ശബ്ദം കേട്ടിട്ടേ നമ്മൾ സ്നാനം ചെയ്യാവൂ. സ്തോത്രം. ഹാലേലുയ. രക്ഷാവചനം അങ്ങനെയല്ല. രക്ഷാവചനം നമ്മൾ മനഃപൂർവ്വം വ്യക്തിയോട് ഹാലേലുയ കർത്താവിനെ സ്തോത്രം, ഞാൻ രക്ഷകനായിട്ട് ഹാലേലുയ സ്തോത്രം സ്വീകരിക്കുന്നു. എൻ്റെ പാപത്തിൽ നിന്നും എൻ്റെ ശാപത്തിൽ നിന്നും എൻ്റെ രോഗത്തിൽ നിന്നും എല്ലാം എൻ്റെ കർത്താവ് വിടുവിച്ച് ഹാലേലുയ അവൻ എന്നെ പൂർണ്ണമായും അവൻ്റെ കർത്താവായ യേശുവിനെ ഞാൻ പൂർണ്ണമായും എൻ്റെ രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് എൻ്റെ വാഗുകൊണ്ട് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടുമെന്നാണ് റോമർ ലേഖനം 10-ാം അധ്യായം 9 വാക്യത്തിൽ പറയുന്നത്. അവിടെ പറയും, തന്നെ വിളിച്ചിരിക്കുന്ന ഏവർക്കും കൊടുക്കുവാൻ തക്കോണം അവൻ സമ്പന്നനാണ്. നീ എന്താണോ ആഗ്രഹിക്കുന്നത് നിനക്ക് തരുവാൻ എൻ്റെ ദൈവം സമ്പന്നനാണ്. നമ്മൾ അത് തിരിച്ചറിയണം. നമ്മുടെ ദൈവം ആരാണ്? സ്തോത്രം. ഹാലേലുയ. നമ്മുടെ ദൈവം സമ്പന്നനാ.
ഇവിടെ ലോകത്തിലുള്ള മറ്റുള്ള ആൾക്കാരല്ല സമ്പന്നക്കാരൻ. എന്റെ ദൈവമാണ്. കാര്യം എന്റെ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ഒരിക്കലും ഒന്നിനും ഒരു കുറവില്ല. അത് സമൃദ്ധിയായി കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹമാണ്. പകൽക്കാലം ഹാലേലുയ, ഇന്ന് ഈ ദിവസം നമ്മൾ തിരിച്ചറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഹാലേലുയ, ആ ദൈവത്തെ അങ്ങനെ ഹാലേലുയ സ്തോത്രം കൂടുതൽ തിരിച്ചറിയുവാനും ദൈവത്തിന്റെ വചനങ്ങൾ പഠിക്കുവാനും ദൈവം എനിക്ക് അവസരം തന്നു. കർത്താവിന്റെ കൃപയിൽ ഞാൻ ബൈബിള് അധിക പ്രാവശ്യം ഞാൻ എണ്ണിയൊന്നും എത്തുന്നില്ല. എനിക്ക് വായിക്കുന്നതിനനുസരിച്ച് ഞാൻ പഠിക്കും തോറും എനിക്ക് അത് കൂടുതൽ ആകാംക്ഷ. ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് നമ്മളിൽ വചനം അധികമായി പഠിക്കുമ്പോഴാണ് നമ്മളിലുള്ള അശുദ്ധികൾ പൂർണ്ണമായും വിട്ടുവിട്ട് മാറത്തുള്ളൂ. പൂർണ്ണമായും നമ്മളിൽ അശുദ്ധി വിട്ടുമാറണമെങ്കിൽ ഹാലേലുയ, ഏതെങ്കിലും മല കയറിയാലോ, എവിടെങ്കിലും പോയി ഉരുളിയാലോ, എവിടെങ്കിലും കുരിശ് ചുമന്നാലോ ഒന്നുമല്ല നമ്മുടെ സഹോദരം നമ്മളെ ശുദ്ധീകരിക്കുന്നത്. യഥാർത്ഥ വചനം അവന്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഹാലേലുയ സംഗ്രഹിക്കുമ്പോഴാണ് സ്തോത്രം യഥാർത്ഥമായ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എനിക്ക് പറയാനുള്ള മറ്റൊന്നിനുമല്ല നമ്മൾ സമയം കൊടുക്കേണ്ടത്. ദൈവത്തിന്റെ വചനം പഠിച്ചാൽ നിനക്ക് അനുഗ്രഹമാണ്. ഹാലേലുയ, നീ ആളും മാറിയവനെ പോലാകും. സ്തോത്രം. ഏറ്റവും നിനക്ക് വേണ്ടുന്ന ബുദ്ധിയും ജ്ഞാനവും വിവേകവും എല്ലാം നിനക്ക് തരുവാൻ കർത്താവ് നിനക്ക് മതിയായവനാണ്. അതുകൊണ്ട് നമ്മുടെ വചനം എപ്പോഴും പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ സംഭരിക്കണം. വചനം പഠിക്കുന്നതനുസരിച്ച് എന്റെ ജീവിതത്തിൽ എപ്പോഴും പലയിടത്തും പല 119 സങ്കീർത്തനം എന്ന് പറയുന്നതും ഭയങ്കര 171 മുതൽ 176 വാക്യങ്ങളുള്ളതാണ്. പക്ഷേ ആ വചനം നിരന്തരം പഠിക്കുക പോലും സ്തോത്രം ആ വചനത്തിൽ പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ വചനം നമ്മളെ ക്രിയ ചെയ്യുന്നതാണ്. സ്തോത്രം. നിനക്ക് സമാധാനമില്ലയോ? ആ വചനത്തിൽ നമ്മൾ 165 പറയുന്നു, 119 165 പറയുന്നു, നിന്റെ ന്യായ പ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ടെന്നാണ് പറയുന്നത്. സമാധാനമല്ല തരുന്നത്, മഹാസമാധാനം. നോക്കേ, ആ ദൈവത്തിന് മാത്രമേ തരാൻ പറ്റൂ. അതുകൊണ്ട് വചനം നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉറപ്പായിട്ട് വരും. അത് ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. കാര്യം ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചാൽ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നത്. അപ്പൊ നോക്കിയ പോലെ അദ്ദേഹം വളരെ വില കൊടുത്ത ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അവർക്ക് കണ്ടുപഠിക്കാൻ ദൈവം നമുക്ക് അവരുടെ എല്ലാ ജീവിത മേഖലയെല്ലാം നമുക്ക് ബൈബിളിൽ തന്നിട്ടുണ്ട്. അനേക അഭിഷിക്തന്മാരുടെ ജീവിതം എങ്ങനെ ആയിരുന്നു, അവർ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ എങ്ങനെ ആയിരുന്നു, അതൊന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പ്രാപിച്ച് അതേപോലെ നമ്മൾ മുന്നോട്ട് പോകാനാണ്. നമ്മളെ മറ്റൊന്നുമല്ല ഈ കർത്താവ് യേശുക്രിസ്തുവിനെ അനുകരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ദൈവം നമുക്ക് കാണിച്ചുന്ന മാർഗദിശയുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതാണ് വചനം പഠിക്കുന്നതിനനുസരിച്ച് കർത്താവിന്റെ കൃപയിൽ എനിക്ക് അതിനുള്ള ചേഞ്ച് ചെയ്യും. കാര്യം ഞാൻ യഥാർത്ഥമായി പറയുകയാണെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ടാ എന്റെ സഹോദരങ്ങളും എന്റെ ബന്ധുക്കാരൊക്കെ കാണിച്ചിരുന്നത്. സ്തോത്രം. പക്ഷേ ആ സ്തോത്രം എന്നെ എല്ലാവരും എന്നെ എല്ലാ രീതിയിലും തള്ളിക്കളഞ്ഞെങ്കിലും എന്നെ സ്തോത്രം വീണ്ടെടുത്ത് എന്റെ കർത്താവ് കർത്താവ് എന്നെ എല്ലാത്തിലും മതിയാവനാക്കി. സ്തോത്രം. അതാ ഞാൻ പറയുന്നത്. കാര്യം മറ്റുള്ളവർ നിന്നെ നിന്ദിച്ചോട്ടെ, എന്റെ കുടുംബത്തിൽ നിനക്ക് നിന്നയാണോ, നിനക്ക് പരിഹാസമാണോ, നിനക്ക് ലജ്ജയാണോ, നീ ഭാരപ്പെടേണ്ട. ഹാലേലൂയ, നിന്നെ കൈക്കൊള്ളുന്ന ഒരുത്തനുണ്ട്. സ്തോത്രം. നമ്മൾ വചനങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്നു, ഹാലേലൂയ, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാ. സ്തോത്രം. ദൈവം ഹാലേലൂയ ഭോഷന്മാരെ തെരഞ്ഞെടുപ്പിക്കുന്നത്. സ്തോത്രം. ബലവാനെ ലജ്ജിപ്പിക്കാനാ ബലഹീനനായ എന്നെ തെരഞ്ഞെടുത്തു. ഞാനൊരു ഭോഷന, പക്ഷെ എന്റെ ദൈവം എന്നെ ഇന്നെനിക്ക് തന്ന ഈ അവസരം തന്നെ ദൈവത്തിന്റെ കൃപയാ. സ്തോത്രം. ഞാൻ മിടുക്കനും അല്ലെങ്കിൽ ബുദ്ധിശാലിയും ജ്ഞാനിയും ഒക്കെ ആണെങ്കിൽ ഒരിക്കലും എനിക്ക് അവസരം കിട്ടത്തില്ല. പക്ഷെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായതുകൊണ്ട് എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കോണം ഈ അരോമ TV എന്നെ ഉപയോഗിച്ചെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെയും ഇതിനധികമായി ഉയർത്തുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. നീ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് മറ്റൊന്നിലുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ദൈവമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമ്മൾ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വരുന്നത്, അല്ലാതെ മറ്റൊന്നിലുമല്ല നമ്മൾ ഭാഗ്യാവസ്ഥയിൽ വരുന്നത്. ഇവിടെ കുറെ തോപ്പോ അല്ലെങ്കിൽ റബ്ബർ എസ്റ്റേറ്റോ അല്ലെങ്കിൽ പുതിയ ബംഗ്ലാവോ ഒക്കെ പണിയുന്നൊന്നുമില്ല നമ്മൾ ഭാഗ്യാവസ്ഥ. അതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകണം. എന്നാൽ നീ ഹാലേലുയ ഇവിടെ ദൈവത്താൽ പ്രാപിക്കുന്നത് ഇവിടെ നിനക്ക് ഹാലേലുയ അതിന് പ്രതിഫലമുണ്ട്.
നിത്യതയിലും നിനക്ക് പ്രതിഫലമുണ്ട്. അത് കണ്ടു വേണം പോകേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. എനിക്കിതൊക്കെ പറയാൻ നിങ്ങൾ തോന്നും എങ്ങനെയാണെന്ന്. കാര്യം എന്നെ ദൈവം പഠിപ്പിച്ചതാണ്. സ്തോത്രം. കാര്യം ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഹല്ലേലൂയ എന്താ കൃപയാണ്. സ്തോത്രം. അതുകൊണ്ട് മറ്റൊന്നിലുമല്ല നമ്മൾ ആശ്രയിച്ചു പോകേണ്ടത്. നമ്മൾ പോകേണ്ടത് യഥാർത്ഥമായ ദൈവത്തെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആദ്യം തുടക്കത്തിൽ പറഞ്ഞാണ് 33 ദൈവങ്ങളെന്നും പറഞ്ഞ് ഇന്ന് ഇവിടെ ലോകം മുഴുവനും വ്യാപരിച്ച് കിടക്കുന്ന, അത് നമ്മൾ തിരിച്ചറിയാം. അതൊന്നും ദൈവങ്ങളല്ല. യഥാർത്ഥ ദൈവം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ള തിരിച്ചറിവ് ഞാനും നീയും തിരിച്ചറിഞ്ഞാലേ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലും നിന്നിലും വെളിപ്പെടുകയുള്ളൂ. വചനം പഠിക്കുന്ന ഇങ്ങനെ യോഹന്നാൻ ലേഖനത്തിൽ പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, ഹല്ലേലൂയ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയില. കേട്ടോ സ്തോത്രം. നീ മറന്നു പോകരുത്. ലോകം മുഴുവനും ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ദുഷ്ടന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ കുറിച്ച് എന്താ പദ്ധതികൾ ഒരുക്കി, നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ എന്റെ കർത്താവായ യേശുക്രിസ്തു നിന്നെ തകർക്കാനല്ല, നിന്നെ രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. മറ്റൊരുത്തരിലും ആ രക്ഷ നിനക്ക് കിട്ടത്തില്ല. പത്രോസ് വിളിച്ചു പറഞ്ഞത് ഒറ്റ കാര്യമാ. ഹല്ലേലൂയ. നിനക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നീ പൂർണ്ണമായും ഏറ്റെടുക്കണം. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ആകാശത്തിന് കീഴിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. ആ നാമത്തിൽ നീ മുറുകെ പിടിച്ചാൽ നിന്നെ ഹല്ലേലൂയ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഏത് ദുഷ്ടന്റെ ആധിപത്യമാണോ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ദൈവം നിന്നോട് അടുത്ത് വരും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, കേൾക്കുന്ന ഓരോ ദൈവജനത്തോടും ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നീ ബൈബിൾ പഠിക്കണം. മറ്റൊന്നുമല്ല നീ പഠിക്കേണ്ടത്. ഹല്ലേലൂയ. ബൈബിൾ പഠിക്കുമ്പോൾ അതിന്റെ സത്യം നിന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. ആ വെളിപ്പെടുത്തിരുന്ന അതാ സത്യം നിന്നെ സ്വതന്ത്രമാക്കും ആക്കും. നിന്നെ എവിടാണോ ഒതുക്കി വെച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, അവിടുന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിക്ക് കഴിയും. വചനത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്നാണ് യെശയ്യാവിൽ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ അയക്കുന്ന വചനം അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ അത് മടങ്ങിപ്പോകൂ. ഹല്ലേലൂയ. നോക്കട്ടോ, ചുമ്മാതെ നമ്മൾ കേൾക്കുന്ന വചനം ഒന്നും വൃഥാവായി പോകുകയില്ല. അത് അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ ദൈവം മടക്കി വിളിക്കും. 2003 ഓഗസ്റ്റ് മുതൽ ഡിസംബർ 31 വരെ എനിക്ക് ബൈബിൾ ക്ലാസ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കുറെ പേർക്ക് അവിടെ ക്ലാസ് തരുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. അതിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതിലൂടെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിച്ചു. എങ്ങനെ വേണം ഒക്കെ ഞാൻ പ്രാർത്ഥനയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞാൽ വളരെ എനിക്ക് എൻ്റെ ഇന്ന ദിവസം ഇന്ന ആളായിരിക്കും പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടത്, അവർ പ്രബോധിക്കണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞാൻ എങ്ങനെയാണെന്നറിയും, ഞാൻ ഇതൊക്കെ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എഴുതി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കും, പ്രാർത്ഥിക്കാനും അങ്ങനെ പ്രബോധിക്കേണ്ട ഒക്കെ. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പഠിച്ചത്. സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വരുമ്പോൾ നമ്മൾ ഈ കുറിച്ച് വെക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ പറയുന്നത്. സ്തോത്രം. അവിടെ പറയേണ്ടത് പരിശുദ്ധാത്മാവ് വരും. അത് പറയുമ്പോൾ എവിടാണ് ഹല്ലേലൂയ തൊടേണ്ടത്, എവിടാണ് സ്തോത്രം 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 ഹല്ലേലൂയ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് അവിടെ ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ 2004 സ്തോത്രം ജനുവരി 8-ാം തീയതി എനിക്ക് ജലസ്നാനം ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. അത് ഹല്ലേലൂയ വന്ന അന്ന് ഞങ്ങള് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എടുക്കാൻ അതുവരെ ഞാൻ ഉപവാസമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് ഉപവാസം എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. കാര്യം എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു ഉപവാസം നമ്മളങ്ങനെ ഇതുവരെ എടുത്തില്ല. എൻ്റെ വീട്ടിലൊക്കെ അമ്മയും എൻ്റെ സഹോദരിമാരെയൊക്കെ വ്രതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതിനകത്തൊന്നും പങ്കുകൊണ്ടിട്ടില്ല. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നു എനിക്ക്. പക്ഷേ സ്നാനപ്പെടുന്നതിന് 7 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു, ഫാസ്റ്റിംഗ് പ്രയർ എടുത്തു. 7ാമത്തെ ദിവസമാണ് നമ്മള് റാന്നിയിലുള്ള ഇന്നിപ്പോൾ സ്തോത്രം കാനഡയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനിസൻ കെ ശാമുവൽ ആ ദേവദാസന്റെ കൈക്കീഴിൽ എനിക്ക് സ്നാനപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നു. സ്തോത്രം. അവർക്ക് അവിടെ കൂട്ടായ്മ നടത്തുവാൻ പോകണം. ദൈവം വഴിയൊരുക്കി. അന്ന് തന്നെ ഞങ്ങളുടെ ദേവദാസന് സ്തോത്രം ഓർഡിനേഷൻ കിട്ടുവാനും ഒക്കെ കർത്താവ് കൃപയിൽ വെച്ച് വന്ന വലിയൊരു ആഘോഷമായിരുന്നു. സ്തോത്രം. അങ്ങനെ അന്ന് 2004 സ്നാനപ്പെട്ട് ദൈവകൃപയിലൂടെ
തരുവാനും കർത്താവ് വലിയ ഭാഗ്യം. അതിലുപരി പിന്നെ ഞങ്ങളുടെ ആ കൂട്ടായ്മയിലൊക്കെ വലിയ വലിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെയൊക്കെ കൊണ്ടുവന്നു. വചനം ഞങ്ങളെ പഠിപ്പിക്കാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ദേവദാസൻ, ഞങ്ങളുടെ വേണുദാസ് എന്ന് പറയുന്ന ദേവദാസൻ എന്ന് പറഞ്ഞാൽ അനേക എന്നുവെച്ചാൽ മിക്കവാറുമുള്ള ഇന്ന് അറിയപ്പെടുന്ന എല്ലാ പേരുകെട്ട ദേവദാസന്മാരെയൊക്കെ, കൃപയുള്ള ദേവദാസന്മാരെയൊക്കെ കൊണ്ടുവന്നു ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ വചനം തരുവാൻ വേണ്ടി. ഞാൻ പരിശുദ്ധ ആത്മാഭിഷേകം പ്രാപിക്കുന്നത് റാം ബാബു പാസ്റ്ററിന്റെ 3 ദിവസത്തെ അവിടെ ശുശ്രൂഷയിൽ സ്തോത്രം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നു. അതൊക്കെ നമ്മുടെ ദേവദാസന്റെ ഇതിനൊക്കെയുള്ള മുഖാന്തരം നേതൃത്വം നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അനേക ദേവദാസന്മാരെ കൊണ്ടുവന്ന് അവരുടെയൊക്കെ പ്രാർത്ഥന, നമ്മുടെ ഇവിടുത്തെ ഹെവൻലി ഫീസ്റ്റിന്റെ സ്തോത്രം തങ്കു പാസ്റ്റർ, അതുപോലെ തന്നെ അന്നി ജോർജ് പാസ്റ്റർ, അങ്ങനെ ഒരുപാട് ദേവദാസന്മാരെ അവിടെ കൊണ്ടുവരുവാനൊക്കെ കർത്താവ് ഇവിടെ വഴിയൊരുക്കി അവരുടെ നിന്നൊക്കെ വചനം കേൾക്കുവാനും അവരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മന്റെ സാന്നിധ്യം അനുഭവിക്കാനൊക്കെ കർത്താവ് വലിയ കൃപ തന്നു. നമ്മുടെ അവിടുത്തെ ബെർക്ക സഭ എന്നത് വലിയൊരു അനുഗ്രഹപ്പെട്ട ഒരു സഭയായിരുന്നു. സ്തോത്രം. ഹാലേലൂയ. അതിന് വിട്ടുപോരാനൊന്നും എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം ഞാൻ ഇന്നും പോയി അവിടുത്തെ പോലൊരു അനുഭവം ഞാൻ ഇന്നും അനുഭവിച്ചില്ല. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഒരു മനസ്സോടെ ഐക്യത്തോടെ, അങ്ങനെയാണ് ദൈവസഭ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഒരു മനപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് സ്നാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ പ്രാർത്ഥന വെക്കുവാനും അത് അനേക സഹോദരന്മാർ കടന്നു വരുവാനും, പിന്നെ ഞങ്ങള് മിക്കവാറുള്ള ദിവസങ്ങളിലൊക്കെ സഹോദരന്മാർ ഒന്നിച്ചുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയങ്ങൾക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഘമൊക്കെ ഞങ്ങൾ കൂടി അങ്ങനെ വളരെ അനുഗ്രഹമായിരുന്നു. എപ്പോഴും ഒരു ഒരു സന്തോഷവും ആനന്ദവും അത് നമ്മൾ അനുഭവിച്ചറിയണം, എന്നാലേ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് അറിയത്തുള്ളൂ. അല്ല പറഞ്ഞൊരു അനുഭവമല്ല, അനുഭവിച്ചറിഞ്ഞതാണ് ഞങ്ങൾ ഇതൊക്കെ. അതിനൊക്കെ ദേവദാസൻ ഞങ്ങൾ ആത്മീയമായി വളരേണ്ട എല്ലാ കാര്യങ്ങളും ദേവദാസനും അവിടെ വരുന്ന സഭയിലുള്ള എല്ലാവരും, അതുപോലെ എനിക്ക് എടുത്തു പറയേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ പന്തളത്തുള്ള ശശികുമാർ, അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹമൊക്കെ എന്നെ ആത്മീയതയിലേക്ക് കൊണ്ടുവരും. വളരെ വളരെ അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ റൂമിൽ വന്ന് ഞങ്ങളെ കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഒക്കെ നമ്മളെ പഠിപ്പിക്കാൻ നമുക്ക് വളരെ, അതൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ മിടുക്കോ കഴിവ് എൻ്റെ കർത്താവ് എൻ്റെ കൃപയാണ്. അവരൊക്കെ എന്നോട് അങ്ങനെയൊക്കെ സഹകരിക്കാനൊക്കെ ഇടപെട്ടത്. അതിലൂടെ ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ 8 മക്കളിൽ ആദ്യമായിട്ട് ഈ കർത്താവിനെ അറിയാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ അറിഞ്ഞു, ഞാൻ സ്ഥാനത്തിലൂടെയാണ് എൻ്റെ 4ാമത്തെ സഹോദരിയുടെ ഹസ്ബൻഡും സ്നാനപ്പെടുവാൻ കർത്താവ് കൃപയൊരുക്കിയത്. അതിലൂടെ സഹോദരിയും കുഞ്ഞുങ്ങൾ 2 പേരും സ്നാനപ്പെടുവാനും അവര് അടുത്തുള്ള ഒരു സഭയെ അവിടെ പോയത് അസംബ്ലി സ്കൂളിലായിരുന്നു. അവിടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ ഞാൻ 2006 തുടക്കത്തിൽ അതിന്റെ പകുതിയിലായപ്പോഴേ എനിക്ക് നാട്ടിൽ പോകാനുള്ള ഒരു അവസരം, കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് രേഖകളൊന്നും ഇല്ലാതിരിക്കാൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവദാസനോടൊക്കെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സംഭവങ്ങൾ, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം, അറബിയെടുത്ത് പോകാതുള്ളൊരു വഴി ദൈവം ഒരുക്കണം എന്നൊക്കെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചത്. സ്തോത്രം. എന്നാൽ എൻ്റെ അടുത്ത് ദേവദാസൻ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അന്നിലെ ഒരു കാര്യമുണ്ട്, അന്നില് പോയിട്ട് ഇനിയും വരും. ഞാനിപ്പോ നിൽക്കുന്നത് എന്തുവാ, ഒരു രേഖയുമില്ലാതെ എൻ്റെ സ്പോൺസറിന്റെ കയ്യില എൻ്റെ പാസ്പോർട്ട് മറ്റെല്ലാ കാര്യങ്ങളും. എങ്കിലും എന്നോട് വേണുദാസ് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അനില് ഇനി ഇവിടുന്ന് പോയിട്ട് വീണ്ടും ഈ മസ്കറ്റിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ അത് പൂർണ്ണമായി ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ സഭയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ ആദ്യമാണോ 2ാമത്തോ എനിക്കറിയില്ല, ഈ പൊതുമാപ്പ് വരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ പൊതുമാപ്പ് വരുന്ന സമയത്ത് ഞാനും പോയി അതിന് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. പക്ഷെ ആദ്യത്തെ ചാൻസിൽ എനിക്ക് പോകുവാൻ തക്കോണം കർത്താവ് എനിക്ക് വഴിയൊരുക്കി. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തിന്റെ അതിനെ പ്രാർത്ഥനയിൽ കഴിയാത്തൊരു കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അത് നമ്മൾ ആരും മറന്നു പോകുന്നു. പലപ്പോഴും നമ്മൾ എങ്ങനെങ്കിലും പോയി, അങ്ങനല്ല. നമ്മൾ വചനം പറയുന്നു, കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്താ, മാർക്കോസ് സുവിശേഷം 12:28 പറയുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവിനോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, അല്ലേ,
പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തെ ആരാധിക്കണം. നീ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ നീ സ്തുതിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്നിലുമല്ല നിന്റെ ശ്രദ്ധ വരേണ്ടത്. നീ ദൈവത്തിൽ തന്നെ ആയിരിക്കണം. നിന്റെ കോൺസെൻട്രേഷൻ മുഴുവനും ദൈവത്തിലായിരിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളിലും ഈ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും, ഒത്തിരി പേര് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാനുണ്ടായിരുന്നു. ഇവർക്കെല്ലാം പോകാനുള്ള എല്ലാവർക്കും ചാൻസ് ഉണ്ട്. പക്ഷേ ആദ്യത്തെ ചാൻസിൽ തന്നെ എനിക്ക് പോകുവാനും കർത്താവിന് കൃപയൊരുക്കി. ഞാനങ്ങനെ ആദ്യത്തെ ചാൻസിൽ തന്നെ 2006 പകുതിയായപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. അങ്ങനെ ഞാൻ വിശ്വാസിയായിട്ടാണ് നാട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ സോദരം ഞാൻ അടുത്ത ഒരു ചർച്ചിൽ, ഇവർ വീട്ടിൽ പോകുന്ന ചർച്ചിലേക്ക് പോകാൻ തന്നെ ഞാൻ അവിടുത്തെ ആദ്യത്തെ ഞായറാഴ്ച കടന്നുപോയി. ആ ചർച്ച് നമുക്ക് വളരെ അടുത്ത ഒരു സ്ഥലമാണ്, അവിടെ ഉള്ളവരെല്ലാവരും നമുക്കറിയാം. പക്ഷേ ഞാൻ ചർച്ചിലൊക്കെ കടന്നുപോയി, അവിടെ പ്രാർത്ഥിച്ചു. കാര്യങ്ങൾ നമ്മൾ ഇത്തിരി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളെ അവിടെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവിടുത്തെ സെക്രട്ടറിയുടെ മോൻ എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നീ സ്നാനപ്പെട്ടതിന് എന്തോ തെളിവെന്ന്. അതെനിക്ക് വല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ കർത്താവിനെ അറിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ, എനിക്ക് ഈ നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനൊക്കെ സഭകൾ ഉണ്ടെന്ന് പോലും അറിയുന്നത്. സ്വതന്ത്രം അവിടെ നമ്മൾ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിന്ന് ആരാധിച്ച് ഇങ്ങനെ, അതും നോക്കണം, എവിടാണ്? മുസ്ലിം രാഷ്ട്രത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ഇരുന്ന് ആരാധിക്കുന്ന ഒരിടത്ത് നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നിടത്ത് നമ്മൾ ഇവിടുന്ന് ആരാധിച്ചപ്പോൾ, ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മൾ വന്നപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, നീ സ്നാനപ്പെട്ടതിന് എന്തുവാണ് തെളിവെന്നാണ്. സ്വതന്ത്രം എനിക്ക് വല്ലാതെ പ്രയാസമുണ്ടായി, വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഞാൻ ദൈവത്തോട് കരഞ്ഞു. സ്വതന്ത്രം എനിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു ഉത്സാഹവും ഉന്മേഷവും ഒന്നുമില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വതന്ത്രം അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ വിവരം ഞങ്ങളുടെ എൻ്റെ സെക്രട്ടറിയുടെ മോൻ ഇത് ചോദിച്ചപ്പോൾ, ആ സെക്രട്ടറിയുടെ മോൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ആ സഭയിലെ സെക്രട്ടറിയാണ്. ഞാൻ ഇപ്പോൾ അറിയുന്നു, അദ്ദേഹം അപ്പോഴും അവിടുത്തെ സെക്രട്ടറിയാണ്. സ്വതന്ത്രം ഹല്ലേലൂയ. എങ്കിലും സ്വതന്ത്രം ഞാൻ അന്ന് വൈകുന്നേരം വല്ലാതെ ബുദ്ധിമുട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അയച്ചതുപോലെ ഒരു ദൈവദാസൻ എൻ്റെ ഭവനത്തിൽ കടന്നു വരാൻ. എല്ലാവരും നമുക്കറിയാം, മുള്ളവന മോഹൻദാസ് എന്ന് പറയുന്ന ദൈവദാസനാണ്. ഞാൻ ആദ്യമായിട്ട് ആ ദൈവദാസനെ കാണും. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം വരാനുള്ള കാര്യം, അദ്ദേഹത്തിന്റെ സഹോദരിമാരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഞങ്ങൾ ഒന്നിച്ചുകൂടെ സഭയിലുണ്ട്. അവരൊക്കെ ഇത് അറിഞ്ഞ സംഭവം. അങ്ങനെ അവർ വരുന്നത്. സ്വതന്ത്രം അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ആ അവസ്ഥ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പരിശുദ്ധാത്മാവിനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എല്ലാം അറിഞ്ഞിട്ടൊന്നും അന്നിലെ ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട, അന്നിലെ ഒരിക്കലും മറ്റൊന്നും ചിന്തിക്കരുത്, ഈ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു പോകണം എന്ന് പറഞ്ഞു. സ്വതന്ത്രം ഞാൻ പറഞ്ഞ ഭാഷയില്ല, ഞാൻ ഒരിക്കലും ദൈവത്തെ വിട്ടു അറിയാൻ. ദൈവം എന്നെ വിളിച്ചിറക്കിയത് മറ്റാരുമല്ല. ഞാൻ മറ്റെൻ്റെ മറ്റൊരു സൗഖ്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ കണ്ടുപിടി മാറാനോ മറ്റൊന്നിനൊന്നുമല്ല എന്നെ ഞാൻ ദൈവത്തെ അറിഞ്ഞത്. എന്നെ ദൈവം വിളിച്ചിറക്കിയത് കൊണ്ട് ഞാൻ ഒരിക്കലും ഈ ദൈവത്തെ വിട്ടിട്ട് പോവുകയില്ല എന്ന് പറഞ്ഞു. സ്വതന്ത്രം അദ്ദേഹം അന്ന് പോകുന്നതിൽ തന്നെ പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞു, ഇവിടെ നിനക്ക് ആരാധന, വീട്ടിൽ ആരാധന തരും. സ്വതന്ത്രം ആദ്യം എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. കാര്യം ആ ദൈവദാസ് എൻ്റെ ഹൃദയത്തിന്റെ ഭാരം അറിഞ്ഞ, വിഷമം അറിഞ്ഞ, ബുദ്ധിമുട്ടറിഞ്ഞ എൻ്റെ ദൈവം. അന്നേരം നമ്മൾ തിരിച്ചറിയേണ്ടതെന്നാണോ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ അറിയുന്ന ദൈവമാണ് നമ്മൾ. ഹല്ലേലൂയ. അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ സേവിച്ചവർക്കൊന്നും ഒന്നും അവർക്ക് അറിയത്തില്ല. അവരെന്താണെന്നറിയോ, അവര് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അവരെ ഉണ്ടാക്കിയവരെ പോലെ മനസ്സിലാവുന്നു. എൻ്റെ അച്ഛനും വളരെ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ അടുത്ത ഏരിയയിലുള്ള സഭയിലൊക്കെ, മർത്തോമ സഭയിലൊക്കെ കുരിശൊക്കെ എൻ്റെ അച്ഛൻ കടഞ്ഞ് കൊടുത്ത് അവിടെ റാസയ്ക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ അവിടെ എൻ്റെ അച്ഛൻ കുരിശൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരു വ്യക്തിയായിരുന്നു. അന്നേരം അറിയാമല്ലോ, എനിക്ക് ചെറിയ വിഗ്രഹങ്ങളൊക്കെ അച്ഛൻ കുത്തിയൊക്കെ ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ വചനത്തിലൊക്കെ പഠിച്ചപ്പോൾ, ദൈവമേ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം ബൈബിളിലൊക്കെ എഴുതി വെച്ച് നോക്കെ. 2026 വർഷത്തിന് മുമ്പേ ഈ ബൈബിളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്ന എത്ര സത്യങ്ങളാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം പരിശുദ്ധാത്മാവിൽ എഴുതിയ വചനങ്ങളാണ്. അത് ഇന്നും എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ നോക്കെ ആ ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ദൈവദാസൻ പറഞ്ഞ ആലോചന ഏറ്റെടുത്തു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. നോക്കെ പോലും സ്തോത്രം, എൻ്റെ ഭവനത്തിൽ തന്നെ ഒരു ആരാധന തുടങ്ങുവാൻ
കർത്താവിന്റെ കൃപയിൽ ദൈവം അവിടെ ഭാഗ്യമൊരുക്കി. സ്തോത്രം. അങ്ങനെ അതിന് വേണ്ടുന്ന ദൈവദാസനം വരെയൊക്കെ കർത്താവ് ഒടുക്കി. അത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ദൈവത്താൽ സാധ്യം. ഹാലേലുയ. അവിടെ ദൈവം അടുത്ത ഞായറാഴ്ച നോക്കിയ പോലും നമ്മുടെ ഭവനത്തിൽ ആരാധന തുടങ്ങുവാൻ കർത്താവ് ഹാലേലുയ കൃപയൊരുക്കി. ഹാലേലുയ. അത് ദൈവത്തിന്റെ വലിയ പദ്ധതി. കാര്യം എന്താണെന്നറിയോ? എന്നെയും നിന്നെയും അറിയുന്നത് ദൈവമാണ്. സ്തോത്രം. ഹാലേലുയ. ദൈവത്തിന് മുഖപക്ഷമില്ല. ഹാലേലുയ. അതാ ദൈവത്തിന്റെ വചനം. ദൈവത്തിന് മുഖപക്ഷമില്ല. അവൻ നോക്കുന്നത് ഹൃദയങ്ങളെ. ഹാലേലുയ. മനുഷ്യരാണ് പുറമേ നോക്കുന്നത്, ദൈവമോ നിന്റെ ഉള്ളത്തെ കാണുന്നു. ആ ഹാലേലുയ. ദൈവം എനിക്ക് അവിടെ വഴിയൊരുക്കി. അതിനെല്ലാം നേതൃത്വം തന്നത് മോഹൻദാസ് പാസ്റ്ററാണ്. പാസ്റ്റർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയി. അവര് ദേവദാസൻ വന്നതിന് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വളരെ ആ ഏരിയയിൽ നിന്നൊക്കെ കടന്നു വരുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ആ കൂട്ടായ്മ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഇത്തരം നമുക്ക് ഈ ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വല്ലാത്ത ഒരു ഇതാ. അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പരസ്യമൊക്കെ നടത്തുവാനൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടത്തി. അങ്ങനെ ഞങ്ങൾ നടത്തി. ഞാൻ അന്നേരം താമസിക്കുന്നത് കുഴിമതിക്കാട്ടല്ല, ഞാൻ മുളവനെ എൻ്റെ ഇളയ സഹോദരിയുടെ കൂടായിരുന്നു. എൻ്റെ മാതാവും പിതാവൊക്കെ ആ സഹോദരി കൂടായിരുന്നു. കാര്യം വീട്ടിലെ ചില സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ അവിടുന്ന് കുടുംബ വീട്ടിൽ എൻ്റെ രണ്ടാമത്തെ സഹോദരനും കുടുംബത്തോടെ താമസിക്കുന്നത്. പിന്നെ അവിടെ അച്ഛനും അമ്മയോടെ താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയില്ല. പിന്നെ എൻ്റെ ഇളയ സഹോദരി കൂടായിരുന്നു. അങ്ങനെ ഞാനും ഒരു കൂടായിരുന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടൊക്കെ വന്ന് മുളവനായിരുന്നു എൻ്റെ ഇളയ സഹോദരി താമസിക്കുന്നത്. അവിടെ ആയിരുന്നു അച്ഛൻ്റെ പിതാവും മാതാവും ഒക്കെ. അങ്ങനെ ഞാൻ അവിടെ വന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടായ്മ നടത്തി. ഞാൻ ഇതിനിടെ എൻ്റെ ഫാദർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ കടന്നു വന്നതൊക്കെ വന്നതും അവിടെ നാട്ടിൽ നിൽക്കുന്നതൊക്കെ. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കൂട്ടായ്മ നടത്തി. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പരസ്യോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിന്റെ ഏറ്റവും ഭൂരിഭാഗവും ക്രിസ്ത്യൻസാണ്. ഹിന്ദുക്കളൊക്കെ വളരെ ചുരുക്കമാണ്. പിന്നെ മുസ്ലിങ്ങളും വളരെ കുറവാണ്. പക്ഷേ അന്ന് ഇവരുടെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ പരസ്യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രമാണിയായ ഒരു മർത്തോമയിലെ അച്ഛൻ വന്ന് എൻ്റെ കയ്യിലെ മൈക്ക് പിടിച്ച് പറിച്ചു മേടിച്ചു. ഇതിവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആദ്യമായിട്ട് നമുക്ക് അവിടെ ഒരു പ്രതികൂല ആൾക്കാർ ഉണ്ടാക്കുന്നു. പക്ഷേ അത് സാത്താനുള്ള വീത. കാര്യം വചനം ദേശത്തോട് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ വചനം ഓരോരുത്തരുടെ ജീവിതത്തിലും വചനം കേൾക്കുമ്പോഴനുസരിച്ച് ആൾക്കാർക്ക് മാനസാന്തരം ഉണ്ടാവണ്ടേ. പക്ഷേ ഇദ്ദേഹത്തിനുള്ള ഭൂതം പുറത്തു വന്ന് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് അത് നിർത്തി. അന്നേരം മുന്നോട്ട് പോകാൻ ഇനി നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ദേവദാസൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു സഭയോട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ചിങ്ങവനത്തെ VI തമ്പി അച്ഛൻ്റെയും മറിയമ്മേൻ്റെയും സഭയോട് ചേർന്ന് ഞങ്ങളവിടെ കൂട്ടായ്മ പിന്നെയും വളരെ പഴയതിനേക്കാൾ ശക്തിയോടെ അവിടെ നടത്തുവാനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. സഹോദരൻ, അങ്ങനെ അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു. അതിലൂടെ അവിടെ പിന്നെ ഞങ്ങള് അവിടത്തേക്ക് ട്രാൻസ്ലാറ്റ് വരുന്നത് ഇവിടെ കരുനാപ്പള്ളിയിലുള്ള സുരേഷ് പാസ്റ്റർ ഞീഴിയൂർ ഉള്ള ഞക്കാട് അല്ലേ ഞക്കനാൽ ഉള്ള ദേവദാസൻ വന്നു. അവിടെ ചാർജ് എടുത്തു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ശുശ്രൂഷയൊക്കെ ആയിട്ട് മുന്നോട്ട് പോന്നു. അതിനിടയിൽ എനിക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വിസ സഹോദരൻ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് വിസ വീണ്ടും ശരിയാക്കി അയച്ചു. അങ്ങനെ ഞാൻ വിസ വന്നു. ഞാൻ നാട്ടിലേക്ക് കടന്നു പോകാൻ നേരത്ത് എൻ്റെ അടുത്ത് ഈ സുരേഷ് പാസ്റ്റർ എൻ്റെ അടുത്ത് ഒരു ആലോചന പറഞ്ഞു. അനില ഇനി പോകുന്നിടത്ത് സ്തോത്രം അനിൽ അവിടെ ഒരു കൂട്ടായ്മ നടത്തുന്നു. സ്തോത്രം. എൻ്റെ ഉള്ളിൽ അത് ഞാൻ എന്താണെന്നറിയോ, ഞാൻ അതിനെ പരിഹസിച്ചെന്ന് വേണം പറയാൻ. കാരണം അത്രയേ ഉള്ളൂ എൻ്റെ ദൈവത്തിന്റെ സ്നേഹം എന്ന് മനസ്സിലാക്കിയാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കൂട്ടായ്മ നടത്തുക എന്നെ കൊണ്ട് വല്ലതും കഴിയും എന്നാ എൻ്റെ ഉള്ളില് എൻ്റെ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ആരാ? ഞാൻ പറഞ്ഞാൽ ആരാ വചനം കേൾക്കുന്നത് അനുസരിക്കുന്നത് എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. ഞാൻ ശരി പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ ഇനി പോരുന്നു. ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഹോദരൻ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ നിങ്ങളീ പറയുന്നത് വളരെ ശ്രദ്ധയോടെ. കാര്യം ദൈവം ഞാൻ എവിടാണോ നിന്ദിച്ചത്, എവിടാണോ ഞാൻ പരിഹസിച്ച് പോയത്, എവിടാണോ ഞാൻ ലജ്ജിച്ചു പോയത്, ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും എന്നെ സ്തോത്രം വീണ്ടും കൊണ്ടുവരാൻ തൊക്കണം കർത്താവ് സഹായിച്ചു. എന്താ വെച്ചാൽ അതിനെ കൊണ്ടുവന്ന സ്പോൺസർ എന്ന് പറയുന്നത് എൻ്റെ ഞാൻ അവിടെ ചെന്നപ്പോൾ പരിചയപ്പെട്ട ഒരു അറബിയുണ്ട്. അത് വളരെ ഏനായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ അവനുമായിട്ട് നേരത്തെ നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളിവിടെ പോയാലും
പോവുകയും വരികയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു സഹകരണമുള്ളൊരു നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ആ സഹോദരൻ ഇതിനിടെ എനിക്ക് അവിടെ ഒരു പ്രതികൂലം വന്നപ്പോൾ ആ സഹോദരൻ ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ അവിടെ മസ്കറ്റിൽ പോയി എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. അവിടെ ഇറങ്ങാൻ പറ്റില്ല. കാര്യം എനിക്ക് അവിടെ കൊടുത്തിരിക്കുന്ന എൻ്റെ കംപ്ലൈന്റ് അവിടെ കിടക്കുമായിരുന്നു കമ്പ്യൂട്ടറിൽ. അത് മാറ്റിയില്ല. അതുകൊണ്ട് അത് മാറ്റാതെ എന്നെ ഇറക്കാൻ അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സഹകരിക്കുന്ന ഈ അറബി ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, തിരിച്ചു പോയെന്ന് അറിഞ്ഞ് എൻ്റെ സഹോദരൻ പറഞ്ഞു. അങ്ങനെ അവൻ പോയി എൻ്റെ കാര്യം അവിടെ അന്വേഷിച്ചു. അവൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. അവൻ പോയി അന്വേഷിച്ചപ്പോൾ എൻ്റെ കംപ്ലൈന്റ് കമ്പ്യൂട്ടറിന് എടുത്ത് മാറ്റിയില്ല സഹോദരൻ. അത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സഹോദരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അനിലിൻ്റെ നമ്പർ എടുത്ത് ഞാൻ അനിലിനെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. അവൻ എന്നെ നാട്ടിൽ നിന്നപ്പോൾ എന്നെ വിളിച്ചു, കാര്യം ചോദിച്ചു. അനില, ഇന്നതുപോലെ നിനക്ക് ഇറങ്ങാൻ പറ്റാഞ്ഞത് അവർ കംപ്ലൈന്റ് എടുത്ത് മാറ്റിയില്ല, നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് വന്നതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ പേര് സുലൈം എന്നാ. ഞാൻ പറഞ്ഞു സുലൈം വേണ്ട, നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് വിസ അയച്ചതാ, അത് മാത്രം ചെയ്താൽ, അല്ലാതെ അവരുടെ നഷ്ടപരിഹാരം മേടിക്കേണ്ട. അതവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ഒരു കാര്യം ചെയ്ത് എനിക്ക് 2-3 മാസത്തിനകം വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് ഡീറ്റെയിൽസ് അയച്ചാൽ ഞാൻ എത്രയും പെട്ടെന്ന് നിനക്ക് വിസ അയച്ചു തരാം. അങ്ങനെ അവൻ എനിക്ക് വിസ അയച്ചു തന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ ആ സ്ഥലത്ത് നിന്നതിനേക്കാൾ എല്ലാ ഫെസിലിറ്റിയോടും കൂടി എനിക്ക് അവിടെ നിൽക്കുവാനും ദൈവനാമം മഹിമപ്പെടുവാനും ദൈവം എനിക്ക് ഇടയാക്കി. നോക്കിയ പോലും ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മൾ എവിടാണോ നിന്ദിച്ചത്, ആ നിന്ദിച്ച ആ ദേശത്ത് അവിടെ തന്നെ എൻ്റെ ദൈവം എന്നെ അവിടെ മാനിച്ചു. ഞാൻ എവിടെ നിന്ദിച്ചോ, എവിടെ ലജ്ജിപ്പിച്ചോ, എവിടെ എന്നെ പരിഹസിച്ചോ, അവിടെ തന്നെ എൻ്റെ കർത്താവ് എന്നെ ഏറ്റവും മാനിച്ചു. കാര്യം ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയോ, ഞാൻ നേരത്തെ ചെയ്തതിനേക്കാളും നല്ല രീതിയിലുള്ള കൺസെഷൻ വർക്ക് എനിക്ക് തുടങ്ങുവാനും അതിലൂടെ ഞാൻ അവിടെ ഒരു ഹോട്ടലൊക്കെ തുടങ്ങുവാനൊക്കെ എനിക്ക് ദൈവം കൃപയൊരുക്കി. സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ ദൈവത്തിന്റെ, ഞാൻ പറഞ്ഞു, ഞാൻ നിന്ദിച്ചെടുത്ത ഇതെനിക്ക്, എന്നെ ഒന്നുമില്ലാതെ ശൂന്യതയിൽ എന്നെ കയറ്റിവിട്ട ഒരു ദൈവത്തിന്റെ സ്തോത്രം പ്രവൃത്തി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഞാൻ അവിടുന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ എൻ്റെ സൗകര്യയുടെ ഭർത്താവിനെ വീണ്ടും കൊണ്ടുവന്ന ഹോട്ടലിലെ കാര്യങ്ങൾ എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉത്തരവാദിത്വം, കാര്യം അതിന്റെ വിസയം എനിക്കുള്ളത്. ഹോട്ടലിൽ നമ്മളെ നടത്തുന്നെങ്കിലും ബാക്കിയുള്ള ആൾക്കാരെ 8 പേര് ജോലിക്കാരെ കൊണ്ടുവന്നു. അങ്ങനെ ഹോട്ടലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി, കൺസ്ട്രക്ഷൻ കമ്പനി മുന്നോട്ട് പോയി, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഞാൻ അവിടെ ഈ ദേവദാസൻ എനിക്ക് തന്ന സുരേഷ് പാസ്റ്റർ എന്നോട് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു കൂട്ടായ്മ നടത്തുവാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. കാര്യം എന്താണെന്നറിയോ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മസ്കറ്റിൽ നിങ്ങൾ അറിയാവുന്നവരാരുണ്ടെങ്കിൽ മസ്കറ്റിലെ ബഹല എന്ന് പറയുന്നിടത്ത് നിന്ന്, ബഹലയിൽ നിന്ന് 17 കിലോമീറ്റർ ഇന്റീരിയൽ ഏരിയ ആണ്. അത് അൽഹമറ എന്ന് പറയും. ഈ അൽഹമറ എന്ന സ്ഥലത്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അവിടെ എന്ന് പറഞ്ഞ ഷേഖന്മാരേ ഉള്ളു. ഷേഖ് എന്ന് വെച്ചാൽ ഏറ്റവും പണം ചാക്കുകളാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഈ അന്യാരാധന ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ തിരിച്ചറിയണ്ടേ. ഒരുപാട് വമ്പന്മാർ വന്ന് അവിടെ പ്രാർത്ഥന നടക്കാൻ നോക്കിയതാ. പക്ഷേ എൻ്റെ സ്പോൺസർ എനിക്കൊരു വില്ലയായിരുന്നു എടുത്തത്. വില്ല എടുത്തൊരു 3-4 റൂമും അകത്ത് നല്ല ഗ്രൗണ്ടും, അവിടുത്തെ രീതി പോലെ അകത്ത് നല്ല ഗ്രൗണ്ടും ചുറ്റാക്ക മതിലും, അടുത്തടുത്തൊക്കെ ഉമാനികൾ, അവിടുത്തെ അറബികൾ താമസമുള്ള ഭവനമായിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്പോൺസർ എടുത്ത് പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു കൂട്ടായ്മ, ഒരു പ്രാർത്ഥന നടത്തുവാന്ന് പറഞ്ഞു. നമ്മൾ കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഓക്കെ, വചനം ദൈവദാസൻ, ഞാൻ ഒരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഒരിക്കലും ഇത് സംഭവിക്കാത്ത കാര്യമാണ് എന്ന് ചിന്തിച്ചെടുത്ത എന്താ കാര്യം, എൻ്റെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം, എൻ്റെ വഴിയല്ല, ദൈവത്തിന്റെ വഴികൾ. മനസ്സിലാകുന്നു? അത് നമ്മൾ ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ നിരസിച്ചതാ. ഞാൻ ഒരിക്കലും കാര്യം, എൻ്റെ ബുദ്ധിയും ശക്തിയും അവിടുത്തെ ഈ രാജ്യത്തിന്റെ ആ നിയമങ്ങളും നോക്കുമ്പോൾ ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ ഏത് നിയമത്തെയും മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിനക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്ന ഒരു ദൈവം, അല്ലാതെ നമ്മൾ അതാ തിരിച്ചറിയേണ്ടത്. നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം പോകാൻ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സർവ്വജടത്തിന്റെ ദൈവമാണ് ഞാൻ പറഞ്ഞ. എന്നെ പോലെ നിങ്ങൾ ആരും ചിന്തിക്കരുത്. ദൈവം സർവശക്തനാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. നമ്മൾ പലപ്പോഴും അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, ഞാൻ സർവശക്തനായ ദൈവമാണ്. കണ്ടോ? ഹല്ലേലൂയ. യാക്കോബേ, ഞാൻ സർവശക്തനായ. എന്തെന്നാ പറയുന്നതിന്റെ അർത്ഥം അറിയാവോ? എന്റെ ദൈവത്തിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന സർവശക്തനാണ്. അതാ സർവശക്തന്റെ, അവൻ സർവവ്യാപിയാണ്, സർവവല്ലഭനാണ്. ഹാലേലൂയ. അവന് കഴിയാത്ത ഒരു കാര്യമില്ല.
അതുകൊണ്ട് നമ്മുടെ മണ്ടബുദ്ധിയിൽ ഒന്നും ചിന്തിച്ചു കൂട്ടരുത്. നമ്മുടെ മണ്ടബുദ്ധിയിലും ശക്തിയിലും ഒന്നും നമ്മൾ ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നത് ദൈവത്തിലായിരിക്കണം. നീ ആശ്രയിച്ചാൽ ആർക്കും എതിർത്ത് നിൽക്കാൻ പറ്റാത്ത ശക്തിയും ജ്ഞാനവും നിനക്ക് തരുന്നത്. ഹല്ലേലൂയ. അതാ ദൈവം. അങ്ങനെ അവിടെ എനിക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ, എനിക്കല്ല, എന്റെ ദൈവത്തിന്റെ കൃപയിൽ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ആ കൂട്ടായ്മ ഇങ്ങനെ ഞങ്ങള് 6-7 പേര് കൂടി ഒന്നിച്ച് കൂടും. എല്ലാ വ്യാഴാഴ്ചയും അവിടെ ആരാധന നടക്കുവാനും കർത്തൃമേശൊക്കെ നടത്താനും ഒക്കെ കർത്താവ് ഭാഗ്യം തന്നു. ഇതിനിടയിൽ ഞാൻ മസ്കറ്റിൽ വെച്ചാണ് എനിക്ക് സ്വതന്ത്രം അവിടെ ആറ്റിങ്ങൽ സെന്ററിന്റെ IPC സഭയുടെ ദേവദാസൻ ദേവദാസൻ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു. അങ്ങനെ അവിടെ വന്നൊരു ദേവദാസൻ എനിക്ക് ഓർഡിനേഷൻ തരുവാൻ തന്നെ ഞങ്ങൾ 3 പേർക്ക് ഓർഡിനേഷൻ തന്നു. ആ ഓർഡിനേഷൻ തന്നതിൽ കർത്താവിന്റെ കൃപയിൽ ഇന്ന് മറ്റു 2 പേര് അവരുടെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവർക്കൊന്നും ഓർഡിനേഷൻ അനുസരിച്ച് പോകാൻ കഴിയില്ല. പക്ഷെ ഇന്ന് കർത്താവിന്റെ കൃപയിൽ എനിക്ക് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ തപ്പാണ് കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇന്നും അത് നിലനിൽക്കാൻ തപ്പാണ് കർത്താവ് എന്നോട് കാണിക്കുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ ഓർഡിനേഷൻ എനിക്ക് കിട്ടി. അതിനനുസരിച്ച് കൂട്ടായ്മകൾ മുന്നോട്ട് കൊണ്ടു. അതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതികളാണ്. ഒരിക്കലും ഒന്നും ഞാൻ വിചാരിച്ചില്ല. എന്റെ വിചാരം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ഞാൻ ആരാകണമെന്നും എങ്ങനെ പോകണമെന്നും ദൈവം എന്നെ കുറിച്ച് നേരത്തെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുറിച്ച് ഓരോരുത്തരോടും അങ്ങനെയാണ് ദൈവം ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം അറിയണം. ദൈവത്തിന്റെ ഏത് കാര്യം വന്നാലും നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ഹിതം നോക്കിയേ പോകാവൂ. ദൈവത്തിന്റെ ഹിതം ഇല്ലെങ്കിൽ ആ കാര്യം നമുക്ക് പരാജയമായിരിക്കും. അതുകൊണ്ട് ഏത് കാര്യം വരുമ്പോഴും നമ്മൾ ദൈവത്തിന്റെ ഹിതം നോക്കി വേണം പോകേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, പ്രിയ കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങളോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ, ഇത് ദൈവഹിതമാണോ എന്റെ ജീവിതത്തിൽ ഇത് വന്നത്, ഇത് ദൈവഹിതമാണോ എന്ന് നമ്മൾ ചോദിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട്. അങ്ങനെ നീ ദൈവഹിതം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് പരാജയമില്ല. നമുക്ക് എല്ലായിടത്തും വിജയമേ ഉള്ളൂ. കർത്താവ് യേശുക്രിസ്തു ഒരിക്കലും പരാജയപ്പെട്ട ചരിത്രം ബൈബിളിൽ എഴുതിയിട്ടില്ല. അവൻ എല്ലായിടത്തും ജയാളിയായി മുന്നോട്ട് പോയ ഒരു ദൈവത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നിടത്തോളം കാലം ഒരിടത്തും നമുക്ക് പരാജയമില്ല. ഹാലേ, നമുക്ക് എന്നും ജയമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, എല്ലാവരും ആ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകും. ഹാലിൽ അവൻ ഒരിക്കലും നിന്നെ വഴി തള്ളിക്കളഞ്ഞു പോകുന്ന ഒരു ദൈവമല്ല. ഏത് പ്രതികൂലത്തിലും ഏത് സാഹചര്യത്തിലും നിന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്താൻ സർവശക്തനാണ്. അതാണ് ദൈവം. അങ്ങനെ അവിടെ കൂട്ടായ്മ നടത്തുവാനും, അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഹോട്ടല് കൺസ്ട്രക്ഷനൊക്കെ നല്ല ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ആലോചിച്ചു, സ്തോത്രം, ഇതിനെ ശുശ്രൂഷിക്കാൻ ഒരാൾ വേണമല്ലോ. ശുശ്രൂഷനെ ഞാൻ തിരക്കാൻ നടത്തും. അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, തിരുവനന്തപുരത്തുള്ള ഒരു ദൈവദാസൻ, ബോഗസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരു കമ്പനിയിൽ ഫോർമാനായിട്ട് വന്നു. സ്തോത്രം, ഫോർമാനായിട്ട് വന്നു. അദ്ദേഹം ഞങ്ങളുമായിട്ട് പരിചയപ്പെടാനും ഇടയായി. അങ്ങനെ ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, ദേവദാസൻ, ഞങ്ങളിവിടെ ഒരു കൂട്ടായ്മ ഉണ്ട്, ഇതിനകത്ത് ദേവദാസൻ സ്തോത്രം ഇതിനെ ലീഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ദേവദാസൻ ഞങ്ങളുടെ കൂട്ടായ്മയെ കടന്നു വരുവാനും ഞങ്ങൾ പിന്നെ അവിടെ ആ ദേവദാസനെ ഞാൻ റൂമിൽ എൻ്റെ കൂടെ അവിടെ താമസിക്കാനും ഉള്ള സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കി. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് 17 കിലോമീറ്റർ അകലെ സ്തോത്രം ബഹല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കൂട്ടായ്മ നടത്തുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ അവിടുത്തെ ആ കൂട്ടായ്മ നടത്താൻ ദൈവം ഒരുക്കിയ ബ്രദറിന്റെ പേര് ബാബു എന്നാണ്. അദ്ദേഹം പാറശാലക്കാരനാണ്. അങ്ങനെ ഞങ്ങൾക്ക് തമ്മിൽ കാണുവാൻ കൂട്ടായ്മ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ ആത്മീയമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെ ദൈവം കൃപയൊരുക്കി. അങ്ങനെ ഈ കൂട്ടായ്മ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസൻ 6 മാസം കഴിയുമ്പോൾ ആ ദൈവദാസനെ അവിടെ നിർത്തിയില്ല. ആ ദൈവദാസനെ അവിടുന്ന് കമ്പനി പാക്ക് ചെയ്തു. സ്തോത്രം. അങ്ങനെ ആ ദേവദാസൻ അങ്ങ് പോയി. അങ്ങനെ അടുത്ത പിന്നെ ഞാനും വിചാരിച്ചു, കർത്താവിനെ ആരായണി അടുത്തൊരു ശുശ്രൂഷകൻ. അങ്ങനെ അടുത്ത നമ്മുടെ കമ്പനിയിൽ അടുത്തുള്ള ഒരു സഹോദരൻ ദൈവത്തിന്റെ വേല ചെയ്യാൻ തപ്പോണം കർത്താവ് വഴിയൊരുക്കി. ആ സഹോദരനും വന്നു. ആ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ സഹോദരൻ ഒരു 6 മാസം നിന്നില്ല, ഒരു 3 മാസം 4 മാസം ആ സഹോദരൻ പെട്ടെന്ന് കടന്നു പോകാൻ ദൈവം വഴിയൊരുക്കി. ആ സഹോദരനും അങ്ങ് പോയി. പിന്നെ അടുത്തത് എൻ്റെ ബദറിലോ നല്ല രീതിയിൽ പതിനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്തു കൊണ്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹം പിന്നെ കൂട്ടായ്മ നടത്തുവാൻ തപ്പണം സഹായിച്ചു. അദ്ദേഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം പറഞ്ഞ് അങ്ങനെ കൂട്ടായ്മ നടത്തിക്കൊണ്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ പറഞ്ഞ് എനിക്ക് നാട്ടിൽ അത്യാവശ്യം ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. പിന്നെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ച് മസ്കറ്റിലേക്ക് വന്നില്ല. അങ്ങനെ കൂട്ടായ്മ പിന്നെ ഞാൻ സഹോദരൻ അത് എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. പക്ഷെ എനിക്ക് എൻ്റെ നോട്ടം ഇത്രയും ഹോട്ടല് കൺസ്ട്രക്ഷൻ കമ്പനി ഇതായിരുന്നു. ഈ കൂട്ടായ്മയിൽ അത്ര വലിയ സ്തോത്രം
കാര്യമായിട്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. കുട്ടവഞ്ചനെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിൽ പോകുമായിരുന്നു. പക്ഷേ എന്നെ അവിടെ വിളിച്ചത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. എൻ്റെ ഉള്ളം ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് സമ്പത്തുണ്ടാക്കണം, എന്നിട്ട് നാട്ടിൽ പോകണം. ഇങ്ങനെയൊക്കെ ഞാൻ ദൈവത്തോട് പറഞ്ഞ എൻ്റെ മണ്ടത്തരമായ ഒരു കാര്യം ഞാൻ സഹോദരങ്ങളോട് നിങ്ങളോട് പറയുക. കാര്യം എന്താ അറിയോ, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എൻ്റെ NRൽ ഇത്ര എമൗണ്ട് കാണണം, ഇത് എൻ്റെ അക്കൗണ്ടിൽ അത് വന്നു കഴിഞ്ഞാൽ, NRI അക്കൗണ്ടിൽ അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ വേലയായിരിക്കും. ദൈവത്തോട് ഞാൻ വഴി പറഞ്ഞോളൂ. സ്തോത്രം. ദൈവം തരുന്ന വഴിയിലാണ് നമ്മൾ പോകേണ്ടത്. ദൈവം പറയുന്ന വഴിയിൽ പോയാലേ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി, ഇവിടെ വചനം ചൊവ്വായി തോന്നും, എന്നാൽ അതിന്റെ അവസാനമോ മരണവഴികൾ എന്നാ പറയുന്നത് അല്ലേ? മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴിയും സങ്കീർത്തനത്തിൽ 32:23 നേരത്തെ പറഞ്ഞത്, അവിടെ പറഞ്ഞ ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ ഹിതം നമ്മൾ നോക്കണം. അതറിഞ്ഞു പോകുമ്പോൾ അതിനെ നമുക്ക് അനുഗ്രഹമാക്കി തരുന്ന വഴിയാണ്. മനുഷ്യൻ തിരഞ്ഞ വഴി അതിന്റെ അവസാനം മരണ വഴിയായിരിക്കും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ വിളിച്ചു പറയുന്നത്, ഹാലേലൂയ, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞു വേണേ നമ്മൾ പോകേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലും നമ്മളെ ഇപ്പൊ സ്വല്പം സാമ്പത്തികങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിനും വ്യത്യാസമൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനാണ് എല്ലാത്തിനും വലിയവൻ എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ വരും. പക്ഷെ അതൊക്കെ നമ്മുടെ സാത്താൻ കൊണ്ടിട്ട്, നമ്മളെ നെകളം കൊണ്ടിട്ട് നമ്മളെ ദൈവത്തിൽ നിന്ന് തകർത്ത് കളയാൻ നോക്കുന്നതാണ്. നമ്മൾ അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് വേണം, ഞാൻ ഇത് എടുക്കുന്ന ദൈവത്തിന്റെ ഹിതമാണോ, ആ ദൈവത്തിന്റെ ഹിതം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ഞാൻ ഈ കൂട്ടായ്മ വലിയ രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ നടത്താനുള്ള കൃപ ദൈവം നോക്കി എനിക്ക് തന്നിട്ട് പോലും ഞാൻ അതിനുവേണ്ടി അതിനുള്ള കാര്യങ്ങളിലൊക്കെയില്ല. ഞാൻ എപ്പോഴും ഹോട്ടലും കണക്ഷൻ അങ്ങനെ നോക്കി അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരു വർക്ക് എടുത്ത് ഫിനിഷ് ചെയ്യുന്ന വർക്ക്, ഒരു വർക്കാണെങ്കിൽ സ്ട്രക്ചർ വർക്കായി കിടക്കുന്നു, ഒരു വർക്കാണെങ്കിൽ ഫൗണ്ടേഷൻ ബേസ്മെന്റ് ആയിട്ട് കിടക്കുന്നു. ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി പെട്ടെന്ന് സ്വോത്രം സ്ട്രൈക്കായി. സ്വോത്രം. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഓക്കെ, എന്താണെന്നറിയാവോ, എന്നെ കൊണ്ടുവന്ന ദൈവം എന്നെ ആ ദേശത്ത് മാനിച്ചപ്പം എനിക്ക് വരുന്ന നന്മകൾ അനുസരിച്ച് എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നിരുന്നെന്ന് ദൈവത്തിന് കാണാം. മറ്റുള്ളവർക്ക് അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ, മനസ്സിലാവുന്നു? അതുകൊണ്ട് എന്താണെന്നറിയോ, കൺസ്ട്രക്ഷൻ കമ്പനി ദൈവം അങ്ങ് സ്റ്റോപ്പ് ആക്കി. ഹല്ലേലൂയ, സ്തോത്രം. അതിനെല്ലാം റീഫണ്ട് ചെയ്തെല്ലാം അതെല്ലാം മാറ്റി. അന്നേരം ഞാൻ വിചാരിച്ച, കർത്താവേ സ്തോത്രം, ഈ ഹോട്ടൽ എങ്ങനെയെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടോ. ഇനി സ്തോത്രം. ഞാൻ അതുവരെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യുന്നറിയോ, സ്തോത്രം. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. കാര്യം എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരന്മാർ വിവാഹം കഴിച്ചപ്പോൾ അതിനകത്ത് വന്ന ആ സാഹചര്യമൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എൻ്റെ മാതാവിനോടും നമ്മൾ വചനം പഠിക്കുന്നത് സ്തോത്രം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, നിനക്ക് നന്മ ഉണ്ടാകാനും ദേശത്ത് നീ ദീർഘായുസ്സോടിരിക്കുവാനും നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തോടു കൂടി ആദ്യ കൽപ്പന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്തോത്രം, എൻ്റെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ എൻ്റെ മാതാപിതാക്കളോടൊക്കെ എൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വിവാഹമൊന്നും വേണ്ട. എനിക്ക് ഒറ്റ ആഗ്രഹം, എൻ്റെ മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കണമെന്നും എനിക്ക് ചെറുപ്പം മുതൽ വളരെ ഒരു ആഗ്രഹമായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊന്നും ഞാൻ നേടിയില്ലെങ്കിലും എൻ്റെ കർത്താവിന്റെ കൃപയാൽ എൻ്റെ മാതാപിതാക്കളെ അവരെ പരിപാലിക്കാൻ, ഇവിടെ വാർദ്ധക്യ സമയത്തിൽ സ്തോത്രം പരിപാലിക്കാനൊക്കെ കൃപ എനിക്ക് ദൈവം തന്നു. അവർ രണ്ടുപേരുടെയും അവസാന കാലഘട്ടത്തിൽ എനിക്ക് രണ്ടുപേരെയും കാണുവാനും അവരുടെ മരണാനന്തര ശുശ്രൂഷകളൊക്കെ എൻ്റെ മാതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മാതാവാണ്. മാതാവിനെ ദൈവ കൃപയിലൊക്കെ ശുശ്രൂഷിച്ചവനൊക്കെ കർത്താവ് വഴിയൊരുക്കി. ഞാൻ പറഞ്ഞതിന്റെ കാര്യം അങ്ങനെ അതോടുകൂടി ഞാൻ വിവാഹമൊന്നും വേണ്ട ഞാൻ കരുതിയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി മാറി. പിന്നെ അടുത്ത ഞാൻ ഹോട്ടൽ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം, അതാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്ന 2012 ആയപ്പോൾ എൻ്റെ ഹോട്ടല് ഓഗസ്റ്റ് മാസത്തോടുകൂടി, സെപ്റ്റംബർ മാസത്തോട് ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യത്തോടുകൂടി എൻ്റെ ഹോട്ടല് പെട്ടെന്ന് കൂട്ടേണ്ട ഒരവസ്ഥ വന്നു. വന്നതിന്റെ കാര്യം, ഞാൻ എടുത്ത ബിൽഡിങ്ങിന്റെ ഓണറിന് എൻ്റെ ഹോട്ടലിന്റെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എത്രയോ മീറ്റർ നീളത്തിൽ അദ്ദേഹത്തിന് അവിടെ വസ്തു ഉണ്ടെന്ന് അതിന്റെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് പറഞ്ഞു. എൻ്റെ ഇടത്തെ സൈഡും അദ്ദേഹത്തിന് ഒത്തിരി വസ്തു ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത്
അവിടെ മൊത്തം മറച്ച് അവിടെ ബിൽഡിങ് പണിയണം, അതുകൊണ്ട് ഈ ഹോട്ടൽ അതൊക്കെ ഒരു മുഖാന്തരം ദൈവം ഒരുക്കിയത്. കാര്യം എന്നെ വിളിച്ചത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിന് ഇഷ്ടം ചെയ്യാനാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തിരഞ്ഞെടുത്ത് ദൈവത്തിനെ ഒരു ഭാഗത്തിരുത്തി വെച്ചിരിക്കുക. ഞാൻ ദൈവം വചനം പഠിക്കുമ്പോൾ വചനം ഞാനാണ് പഠിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം കായ്ക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും. കണ്ടോ, സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, കേൾക്കുന്ന ഓരോ ദൈവജനത്തോടും പ്രിയ മക്കളോടും ഞാൻ പറയുന്ന ഒരു കാര്യം, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്, അത് മറന്നു പോകരുത്. സ്തോത്രം. ഞാനല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ഞാൻ നിലനിൽക്കുവാനും എൻ്റെ ദൈവത്തിന് ഫലം കായ്ക്കുവാനും, ആ ഫലം നിലനിൽക്കണം. ഇതിനു വേണ്ടിയാണ്. അങ്ങനെ എൻ്റെ ഹോട്ടൽ ആദ്യം പൂട്ടി, ഞാൻ ശൂന്യാവസ്ഥയിലായി. കേട്ടോ, സ്തോത്രം. ശൂന്യാവസ്ഥയിലായി. അന്നേരം ഹോട്ടലിന്റെ അന്നേരം പുതിയൊരു ഹോട്ടലില് അതിന്റെ ബിൽഡിങ്ങിനോട് പിന്നെ എനിക്ക് കൂടുതൽ താല്പര്യമില്ല. എനിക്കിത് മനസ്സിലായി, മറ്റൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതി. കാര്യം ദൈവം എന്നെ വിളിച്ചതിനനുസരിച്ച്, ആ വിളിക്ക് അനുസരിച്ച് ഞാൻ പോകും. സ്തോത്രം. അവന്റെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ അധികം ഉറപ്പാക്കണമെന്ന് പത്രോസ് വിളിച്ചു പറയുന്നത്. സ്തോത്രം. പക്ഷെ ഞാൻ അത് അധികം ഉറപ്പാക്കിയില്ല. കാര്യം ഇതാണ് നല്ല ഇങ്ങനൊരു സൈഡ് ബിസിനസ് ആയിട്ട് പോകാന്നുള്ളൊക്കെ ആയിരുന്നു എന്റെ കണക്കൂട്ടൽ. പക്ഷേ എന്റെ കണക്കൂട്ടലെല്ലാം അതാ പറഞ്ഞത്, ദൈവം സർവശക്തൻ. ദൈവം ഒന്ന് പൂട്ടണമെങ്കിൽ അത് അതിന് വേണ്ടുന്ന വഴികൾ ഒരുക്കും. ഹോട്ടൽ പൂട്ടി എങ്ങനെ അദ്ദേഹം അതിന്റെ ഓർഡർ വന്ന് പറഞ്ഞത്, എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് ഒഴിഞ്ഞു തരണമെന്നു. അങ്ങനെ എല്ലാം എനിക്ക് ശൂന്യത, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്നെ കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ. ഞാൻ പിന്നെ അന്ന് ആ ഹോട്ടലിൽ പൂട്ടി ഞാൻ എൻ്റെ റൂമിൽ ചെന്നു. ആ റൂമിൽ ചെന്നു ഞാൻ അന്ന് രാത്രി മൊത്തം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ദൈവം എന്നെക്കുറിച്ച് കണ്ടിരുന്ന പദ്ധതിയിൽ നിന്നൊക്കെ ഞാൻ പുറകോട്ട് പോകും. ഇനി കർത്താവേ, ഞാൻ ഇത് ഇത്രയും പുറകോട്ട് പോയതിൻ്റെ കാര്യം എന്താണെന്നറിയോ? എൻ്റെ ഹൃദയത്തിൽ വന്ന 1-2 കാര്യങ്ങളാണ്. കാര്യം ഞാൻ വചനം പറഞ്ഞാൽ ആര് കേൾക്കും? കാര്യം ഞാൻ എവിടുന്ന് വന്നേ? ഞാൻ ജാതികനായിട്ട് വന്ന ഒരുത്തനാണ്. ആ ജാതികനായി വന്ന ഒരുത്തൻ ഞാൻ പോയി എവിടെ പോയി ആരോട് പറഞ്ഞ അവർ സുവിശേഷം എന്നൊക്കെ എൻ്റെ കൺസെപ്റ്റ്. സ്തോത്രം. എന്നിലൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന ആ ഒരു ബുദ്ധിയും ഞാൻ എടുത്തില്ല. മനസ്സിലാവും. സ്തോത്രം. അവിടെ ഞാൻ ആ രാത്രി മുഴുവനും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവേ, ഈ കൂട്ടായ്മ ഞാൻ മുന്നോട്ട് നടത്തും. സ്തോത്രം. എനിക്ക് മറ്റൊന്നുമില്ല, എൻ്റെ കർത്താവ് മതി എന്നും പറഞ്ഞ് ഞാൻ അവിടെ സറണ്ടറായി ദൈവസന്നിധിയിൽ പൂർണ്ണമായി എന്നെ ഏൽപ്പിച്ചു, പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ ഞാൻ പിന്നെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് തുടങ്ങിയത്. പിന്നെ അനേക റൂമുകളിൽ പോയി ദൈവത്തിന്റെ വചനം അറിയിക്കുകയും അവരെല്ലാം കടന്നു വരുവാനും കർത്താവിന്റെ കൃപയിൽ അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഒക്ടോബർ നവംബർ വരെ ഞാൻ നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒക്ടോബർ ആദ്യ വാരത്തിൽ എനിക്ക് ഒരു പ്രപ്പോസൽ വരുന്നു. ഓക്കെ, ഞാൻ വളരെ ശൂന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കാര്യം വിളിക്കുന്നത്. സ്തോത്രം. ഞാൻ കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ കർത്താവിൻ്റെ എൻ്റെ വഴി എനിക്ക് ആവശ്യമായ ഞാൻ ഒരു കാര്യം പറഞ്ഞ കാര്യം, കർത്താവ് നീ എന്നെ ശുശ്രൂഷനായിട്ട് എന്നെ കൊണ്ടുപോയി. എനിക്ക് ഒറ്റയ്ക്ക് ഒരിടത്ത് പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എനിക്ക് കുടുംബം വേണം. കുടുംബം ഉണ്ടെങ്കിൽ എനിക്ക് ശുശ്രൂഷയ്ക്ക് ദൈവം വചനം അങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. തിമോത്തിയോസിലും ഒക്കെ പറയുന്നു, ഹല്ലേലൂയ, ശുശ്രൂഷൻ എപ്പോഴും കുടുംബമായിട്ട് വേണം, ഒരു ഭാര്യയുള്ളവനായിരിക്കും എന്നൊക്കെ പറയുന്നു. ഞാനത് ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ദൈവം മുമ്പേ തരുന്നത് കൂട്ടായ്മ ഞാൻ ഏറ്റെടുത്ത് അത് പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മുമ്പേ തരുന്നത് കുടുംബമാണ്. സ്തോത്രം. അങ്ങനെ എനിക്ക് 2-3 പ്രപ്പോസൽ വന്ന് അതിൽ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കോട്ടയം. അറിയാം, ദൈവഹിത പ്രകാരം ഞാൻ ദൈവഹിതമുള്ളതായിരിക്കണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. കോട്ടയത്ത് കുമാരനെല്ലൂരുള്ള കർത്താവ് സഹോദരിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു വന്നു. അത് ഞാൻ കണ്ടു. ഞാൻ വീട്ടിൽ എൻ്റെ സഹോദരിയെ അറിയിപ്പിച്ചു. അങ്ങനെ അവർ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ അന്നേരം അതാണെങ്കിൽ ആ കുടുംബത്തിൽ സ്തോത്രം ദൈവത്തിന്റെ ആ ഒരു സൗകര്യം മാത്രമാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവർഗിലിരിക്കുന്നത്. അത് വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. അവര് ഭയങ്കര ഹൈന്ദവ സ്തോത്രം സാഹചര്യത്തിൽ അവര് ബ്രാഹ്മണരായിരുന്നു. സ്തോത്രം. തമിഴ് ബ്രാഹ്മണരായിരുന്നു. സ്തോത്രം. അങ്ങനെ ആ സഹോദരി വളരെ വിദ്യാഭ്യാസവും നല്ല ഇതിലൊക്കെ മുന്നോട്ട് പോകുന്ന ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ജോലി മറ്റൊന്നുമല്ല, പ്രൈവറ്റ് കമ്പനിയിലെ ബജാജ് ക്യാപിറ്റലിലെ ബ്രാഞ്ച് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കണ്ടു. അന്നാണ് ഈ സഹോദരി എൻ്റെ കൂടെ വന്ന
ഈ സൗകര്യം കാണാൻ പോയ എൻ്റെ സൗകര്യം കുടുംബവും അവരുടെ കൂടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്റർ ഈ സൗകര്യം എടുത്ത് വിളിച്ചു ചോദിച്ച് സൗകര്യം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് ഈ സഹോദരി രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടാണെന്നും ഈ സഹോദരി അവരറിയാതെ കൂട്ടായ്മയ്ക്ക് കടന്നു എന്നൊക്കെ അറിയുന്നത് നന്നായിരുന്നു. സ്വോത്രം. അങ്ങനെ അവർ വീട്ടുകാരൊക്കെ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം ആഭരണങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ അതൊക്കെ പറഞ്ഞു. അങ്ങനൊന്നുമില്ല. പക്ഷേ സഹോദരി കല്യാണത്തിലൂടെ അതെല്ലാം ഉപയോഗിക്കുന്നത് വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് വേണം പോകേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയി. എങ്കിലും ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. സ്തോത്രം. ഞങ്ങളുടെ കല്യാണം 2012 സ്തോത്രം ഡിസംബർ 17-ാം തീയതി നടക്കൊണ്ട് കർത്താവ് സഹായിച്ചു. അതൊക്കെ വളരെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. കാര്യം ഞാൻ ഈ ഹോട്ടലുള്ള സമയത്ത്, ഈ കൂട്ടായ്മയുള്ള സമയത്തും ഞാൻ മസ്കറ്റ് വരുന്ന മിക്കവാറുള്ള ദേവദാസന്മാരൊക്കെ നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന ദേവദാസന്മാരുണ്ട്. ഇവരൊക്കെ ഒന്ന് താമസിച്ച് ദിവസങ്ങളോളം നമ്മളോട് ഒന്നിച്ച് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിരുന്നത്. അതിൽ ഇവിടെ തിരുവല്ലയിൽ നിന്ന് വന്ന ബാബു ജോൺ എന്ന് പറയുന്ന ഒരു ദേവദാസൻ മസ്കറ്റ് വന്നു. വന്ന സമയത്ത് നമ്മുടെ കൂട്ടായ്മയിലും കടന്നു വന്നു. ആ ദേവദാസൻ എന്നോട് അന്നൊരു ദൈവാലോചന പറഞ്ഞായിരുന്നു. ഈ 2012 അനിലിന്റെ വിവാഹം ദൈവം നടത്തി ഓട്ടിച്ചിട്ട് നടക്കുന്ന എന്നെ അങ്ങനെ പറഞ്ഞു. ഓട്ടിച്ചിട്ട് നടക്കുമെന്ന് പറഞ്ഞു. നമുക്ക് വളരെ ചുരുക്കം ദിവസങ്ങളിലായിരുന്നു അന്നേരം ഈ ആലോചന കേൾക്കുമ്പോൾ. പിന്നെ അങ്ങോട്ട് ഈ വർഷം തീരെ വളരെ ദിവസങ്ങളായിരുന്നു. പക്ഷേ അതുപോലെ ആ ദൈവദാസൻ പറഞ്ഞതുപോലെ ആ വിവാഹമൊക്കെ ഞാൻ ഈ എടുത്ത് പറഞ്ഞതിന്റെ കാര്യം, നമ്മള് ദൈവാലോചന നിരസിക്കരുത്. ദൈവാലോചന നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ വിവേചിക്കണം. നമ്മൾ ആലോചനകൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ വിവേചിക്കണം. അതാണെങ്കിൽ മാത്രമേ കാര്യം നമുക്ക് എല്ലാം നമ്മൾ വിശ്വസിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ കേൾക്കുന്ന ആലോചനകൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ വിവേചിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അത് കറക്റ്റ് അനുസരിച്ച് നമ്മൾ പോകും. അങ്ങനെ ആ ദേവദാസന്റെ ആലോചന എൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി അതേപോലെ സംഭവിച്ചു. ഞാൻ നാട്ടിൽ വന്ന് ഞാൻ കുടുംബവുമായി ആ ദേവദാസനെ പോയി കാണുവാനൊക്കെ എൻ്റെ കർത്താവ് കൃപയൊരുക്കി. 6 മാസം കഴിഞ്ഞ് നാട്ടിൽ വന്നു. വീണ്ടും കടന്നുപോയി അവിടെ നിന്നു. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, നീ ഇവിടെ നിൽക്കേണ്ട, നീ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ അന്ന് വീണ്ടും നാട്ടിലേക്ക് അവിടുന്ന് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു. ഞാനും എൻ്റെ കുടുംബവും പുതുപ്പള്ളിയിൽ പയ്യപ്പാടി എന്ന സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താമസിച്ച് അവിടെ ഞങ്ങൾ കൂട്ടായ്മകളെ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഞങ്ങൾ ഓരോ കൂട്ടായ്മയിലും പുറത്ത് ഓരോ കൂട്ടായ്മയിലൊക്കെ കടന്നു പോകുമ്പോൾ ഓരോ ദേവദാസന്മാർ എനിക്ക് ആലോചന തരുമായിരുന്നു. നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആലോചന ഒന്നും നിരസിച്ചില്ല. ഞങ്ങള് വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരുന്നു പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് മിനിസ്ട്രി ഉണ്ടെങ്കിൽ ഞങ്ങളോട് ദൈവം വ്യക്തിപരമായി ഇടപെടണം. വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിക്കണം. മറ്റുള്ളവർ കൂടിയല്ല. ഞങ്ങൾ കേൾക്കുന്നു, ഓക്കെ. പക്ഷെ എങ്കിലും ഞങ്ങളോട് വ്യക്തിപരമായി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. നിങ്ങൾ വേർതിരിച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ കൃപയിൽ 2015 സ്തോത്രം ഡിസംബർ 1 മുതൽ കർത്താവ് ഉപവാസം 40 ദിവസം ഉപവാസം ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഉപവാസത്തിന് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം ആ ഫ്ലാറ്റിൽ 5 മാസത്തെ വാടക പെൻഡിങ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ട്. കാര്യം ഈ സാമ്പത്തികം കൊടുത്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് വലിയ ആദ്യമായിട്ട് അവരുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇത്രയും പെൻഡിങ് ആയി നമ്മൾ മാത്രമേ അങ്ങനെ ആയിട്ടുള്ളൂ. വേറെ ആർക്കും വന്നിട്ടില്ല. പക്ഷെ ഇത് കൊടുത്തിട്ടില്ലെന്ന് എനിക്കും ആ ഓണറിനും മാത്രമേ അറിയത്തുള്ളൂ. നമ്മളെ വളരെ നല്ല അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളോട് മുഷിച്ച് പറയാനും പറ്റത്തില്ല. അങ്ങനെ അവസാനം 15-ാം ദിവസം പറഞ്ഞു, നീ അടുത്ത ദിവസം തന്നെ ദൈവസ്ഥനിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം എന്നെ നിർബന്ധിച്ച് ഡിസംബർ 2015 ഡിസംബർ 16-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാ വിഷയങ്ങളും എഴുതി വെച്ചു. പ്രാർത്ഥിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പ്രാർത്ഥന ഉപവാസം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് കൂട്ടായ്മയ്ക്കും ഒക്കെ പോയി ഇങ്ങനെ ഉപവാസം വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ എഴുതി വെച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി 35-ാമത്തെ പകൽക്കാലം ദൈവം ഞങ്ങളോട് ഇടപെട്ടു പറഞ്ഞു, നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രി 2016 7-ാം മാസത്തിൽ പുറത്തു വരും. അതിനുവേണ്ടി നിങ്ങൾ ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ മിനിസ്ട്രിയുടെ പേരും തന്നു. പേര് ഞാനാണ് തന്നത്, എറ്റേണൽ ഹോം മിനിസ്റ്റേഴ്സ് ഇന്റർനാഷണൽ. ഇതാണ് ഞങ്ങൾക്ക് തന്ന മിനിസ്ട്രിയുടെ പേര്. ഇപ്പൊ ഞങ്ങൾ ആ പേരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബുദ്ധിയിലോ ശക്തിയിലോ ഒന്നും അതിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. അതെല്ലാം
ആ തന്ന പേര് മൊത്തം ദൈവത്തിന്റെ വാക്കുകളും കാര്യങ്ങളുമാണ്. അത് പറഞ്ഞിരിക്കുന്നത് നിത്യ ഭവനത്തിലേക്ക് അനേകരെ എന്ത് ചെയ്യണം, ശുശ്രൂഷയ്ക്കായി ഒരുക്കിയെടുക്കണമെന്നാണ്. ഇതായിരുന്നു ഞങ്ങളോട് അറിയിച്ചു. ഞങ്ങൾ അത് പ്രകാരം ആ ആലോചന കേട്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയി. സ്തോത്രം. 2010 അന്നേരം ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മണർകാടിന് വേണ്ടി, അങ്ങനെ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തിനും ഒക്കെ വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഞങ്ങൾ അതനുസരിച്ച് പ്രാർത്ഥന ഞങ്ങളോട് പറഞ്ഞു മണർകാട് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മണർകാട് ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ മണർകാട് ദേശത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 2000 പറഞ്ഞതുപോലെ ഈ ഫ്ലാറ്റിലെ താമസം മാറുവാനും അതിനുള്ള സാമ്പത്തിക മുക്കാനൊക്കെയും ദൈവം വഴിയൊരുക്കി. അവിടെ നിന്നെല്ലാം പൂർണ്ണമായി മാറുവാനും 2016 ജൂലൈ ഞങ്ങൾക്ക് 1-ാം തീയതി ഇവിടെ മണർകാട് വന്നു. ഇവിടെ മണർകാട് പഞ്ചായത്തിന്റെ 16-ാം വാർഡിൽ 16-ാം വാർഡിലെ മെമ്പറിന്റെ ഒരു പഴയ വീട് എടുക്കുവാൻ തക്കോണം. അതിനകത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭവനമല്ലെങ്കിലും ആ ഭവനം തന്നെ എടുക്കുമെന്ന് പറഞ്ഞു. ആ ഭവനത്തിൽ വന്ന് ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്ത് അത് എടുത്തു. അവിടെ ഞങ്ങൾ 2016 ജൂലൈ 24-ാം തീയതി ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുവാൻ എല്ലാം ദൈവത്തിൽ ശരണപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പോയി ഇവിടെ ഞങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു ദേവദാസനെ വിളിച്ച് ഇതിനെ ഡെഡിക്കേഷൻ ചെയ്യാൻ ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ദേവദാസന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിലും ഒക്കെ ചെന്ന് പങ്കുകൊണ്ട് അതൊക്കെ പോരാനെടുത്ത് ഞങ്ങൾ ദേവദാസനെ വിളിച്ച് കാര്യം പറഞ്ഞ ദേവദാസനെ ഇതുപോലെ അടുത്ത 26-ാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങുകയാണ്. ദേവദാസൻ അതിന് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മണർകാടാന്ന് പറഞ്ഞു. ഉടനെ മണർകാട്, നിങ്ങൾക്ക് മണർകാടിനെ പറ്റി അറിയാവോ, മണർകാട് ദേശത്തെ നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല, എന്നോട് ദൈവം പറഞ്ഞു ഞാനത് കേട്ടു, അല്ലാതെ ഞാൻ പിന്നെ ദൈവത്തോട് അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ല എന്താ മണർകാട് എന്താണെന്ന്. കാര്യം ഭൂമി എൻ്റെ പൂർണ്ണതയും ഭൂതലം എൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. എങ്ങനെയെങ്കിൽ ദൈവം പറയുന്ന ഏത് സ്ഥലത്തും പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ ദേവദാസന്റെ അടുത്ത് പറഞ്ഞു. ദേവദാസനെ ഒത്തിരി വല്ലാതെ എനിക്ക് അത് കേട്ടപ്പോൾ വല്ലാതെ ഫീലായി. കാരണം കർത്താവ് ദേവദാസൻ പറഞ്ഞത് നിങ്ങൾ വേറെ മറ്റെവിടെങ്കിലും തുടങ്ങാൻ നോക്കുക, അവിടെ തുടങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ദേവദാസനോട് പറഞ്ഞത് അബദ്ധമായി പോകലെന്നൊരു ചിന്തയിൽ ഞാൻ അവിടുന്ന് പെട്ടെന്ന് സ്വതന്ത്രം അവിടുന്ന് പോരുന്നു. ഞങ്ങൾ അന്ന് രാത്രി വന്നിരുന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളി ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അടുത്ത എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇന്ന ആളെ കണ്ടതായിരുന്നു. ഞാൻ ദേവദാസന്റെ പേരൊന്നും പറഞ്ഞത് അന്ന കാര്യം ശരിയല്ല സ്വതന്ത്രം. അതുകൊണ്ട് ഞാനത് സ്വതന്ത്രം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മ ഇടപെട്ടിട്ട് വന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച് ആ കൂട്ടായ്മ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ 2016 ജൂലൈ 24-ാം തീയതി കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ആ കൂട്ടായ്മ തുടങ്ങുവാനും അത് നിമിഷം വരെ കർത്താവ് അതിന്റെ നായകനായി നിന്ന് മുന്നോട്ട് പോകുന്നു. പരിശുദ്ധാത്മാവ് അധ്യക്ഷനായിരിക്കുന്നു. ഹാലേലൂയ. നായകനായി നിന്ന് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കുന്നു. അതുപോലെ സ്വതന്ത്രം ഞങ്ങൾ ആ ദേശത്ത് വളരെ ദൈവത്തോട് അതിൻ്റെ വചനം അനുസരിച്ച് ആ ദേശത്തുള്ള മണർകാട് ദേശത്തുള്ള ഞങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ വ്യക്തികളോടും ആ ഭവനത്തിൽ കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കാൻ നോക്കണം. കർത്താവ് ഭാഗ്യം തന്നു. കാര്യം ഒരിടത്തും എൻ്റെ ചിന്തയിൽ വന്നിരുന്ന അതെല്ലാം മാറി. കാര്യം ഞാൻ ഓരോ ഭവനത്തിലും ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ അറിയാം, ഈ മണർകാട് പള്ളി എന്ന് പറയുന്നത് 28 കരക്കാരുടെ പള്ളിയാണ്. സ്തോത്രം. അതിൽ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എങ്ങനെയുള്ള സ്കെയിലാണ് അവിടുത്തെ കുടുംബങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് A ക്ലാസ് കുടുംബങ്ങളിൽ ചെന്ന്, അതൊക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ കിടക്കുന്നത്, അവിടെ എല്ലാം ചെന്ന് ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചു. അവര് സുവിശേഷം യഥാർത്ഥ ബൈബിളിലെ വചനം കേൾക്കുന്നത് നമുക്ക് അവരുടെ ബൈബിൾ എടുക്കുമ്പോൾ തന്നെ അറിയാം. സ്തോത്രം. അവർ ഉൽപ്പത്തി എടുക്കാൻ പറയുമ്പോൾ സ്തോത്രം വെളിപ്പാട് എടുക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ബൈബിളുമായിട്ടുള്ള പരിജ്ഞാനം എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ പറയുന്ന വചനം അവർക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. അവരെല്ലാം അവരുടെ വീട്ടിലെല്ലാം ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവരെല്ലാം ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വരുവാനും ഒരു 10-40 പേര് കർത്താവിന്റെ കൃപയാൽ ആ കൂട്ടായ്മയിൽ വരുവാനും ഞങ്ങൾ കർത്താവ് കൃപ തന്നു. ഞങ്ങൾക്ക് അന്നേരം അവിടെ ഞങ്ങൾ ആദ്യം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി. അത് വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ എല്ലാ മാസവും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, എല്ലാ മാസത്തിനും 2-ാം വെള്ളിയാഴ്ച ഓൺലൈൻ നൈറ്റ് പ്രെയർ ഇതൊക്കെ നടത്തുവാൻ കർത്താവ് കൃപ. അതൊക്കെ ഭയങ്കര ജനങ്ങളാണ്. ഞങ്ങൾ രാവിലെ ഓൺലൈൻ പ്രെയർക്കാർ രാവിലെ 7 മണിക്കൊക്കെ എത്തിയത്, അങ്ങനെ ഒരു സമയമായിരുന്നു. എന്നാൽ അവിടെ ഞങ്ങൾ വീണ്ടും 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ തുടങ്ങി. അതിന്റെ 17-ാമത്തെ ദിവസത്തെ ഞാൻ പെട്ടെന്ന് കർത്താവിന്റെ കൃപയിൽ പറഞ്ഞു തീർക്കുകയാണ്. 17-ാമത്തെ ദിവസം അവിടെ വല്ലാത്ത ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിന് മുന്നിൽ ഈ മണർകാട് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് 2 ദിവസം കിടക്കേണ്ടി വന്നു. സബ് ജയിലിൽ 1 ദിവസം കിടക്കേണ്ടി വന്നു.
കാര്യം സുവിശേഷത്തിന്റെ വിരോധികൾ കാണിച്ച പ്രതികൂലത്തിന്റെ മധ്യത്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും അവിടൊക്കെ ദൈവം എന്നെ മാനിച്ചു. ഹാലേലൂയ. എന്നെ ഒരിക്കലും അവിടുന്ന് പറഞ്ഞു വെച്ചാൽ ഈ ദേശത്തിന്റെ എന്നെ അന്ന് ഞാൻ ആലോചിച്ചത് ആ ദേവദാസൻ പറഞ്ഞ ദേശത്തിന്റെ ദേശാധിപതിയുടെ ആധിപത്യം, ആ ദേശാധിപതിയെ ആധിപത്യം തകർക്കാൻ ദൈവമക്കൾക്ക് കഴിയും. ദൈവമക്കൾക്ക് അതിനുള്ള അധികാരം തന്നു. നമ്മൾ വചനം പഠിക്കുമ്പോൾ എഫെസോസിൽ പോയി അപ്പോസ്തലനായ പൗലോസും 12 ഹല്ലേലൂയ സ്തോത്രം തന്റെ അനുയായികളും അഭിഷേകം പ്രാപിച്ച് എഫെസോസ് സഭ ആ ദേശത്തെ തകർത്ത അർത്തമീസ് ദേവി എന്നേക്കും ആ ദേശത്ത് ഉന്മൂലനം ഹല്ലേലൂയ സ്തോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ദേശങ്ങളിൽ ഏത് അർത്തമീസ് ദേവിയെയും തകർക്കാനുള്ള ശക്തിയും കൃപയെ ദൈവം നമുക്ക് തന്നിരിക്കും. പ്രതികൂലങ്ങൾ കണ്ട് നമ്മൾ പുറകോട്ട് പോകാനല്ല. ഞങ്ങൾക്ക് ആ ദേശത്ത് ഹല്ലേലൂയ 7 വർഷം തന്നു. ഇപ്പോൾ ഞങ്ങൾ മണർകാടിന്റെ ഹൃദയഭാഗത്തായിരിക്കുന്നു. അവിടെ ഞങ്ങൾ വാടകയ്ക്ക് ഒരു ഭവനം എടുത്ത് പ്രാർത്ഥനയ്ക്കുള്ള സാഹചര്യം എല്ലാം ഒരുക്കി അങ്ങനെ മുന്നോട്ട് പോകുന്നു. അനവധി 10-20 പേരെയോളം സ്നാനപ്പെടുത്തുവാനും ദൈവ അഭിഷേകം പ്രാപിക്കാനും ഒക്കെ ജനങ്ങൾക്ക് കൃപയൊരുക്കി കൊടുക്കുന്നു. അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവനാമത്തിന് നിലനിൽക്കുന്നു. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഓരോ ദിവസവും ദൈവത്തിന്റെ ഈ ഹിതമനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇനി മരിക്കുന്ന നാളും വരെയും ഈ ദൈവത്തെ ഹല്ലേലൂയ ഹിതമനുസരിച്ച് ജീവിപ്പാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുന്നു. ഹല്ലേലൂയ. കാര്യം ഈ ദേശത്ത് എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ടാണ് വേണ്ടത്. പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ നമുക്ക് ദേശങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ദേശത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ദൈവം ഒരു കൺസെപ്റ്റ് തന്നിട്ടുണ്ട്. ആ കൺസെപ്റ്റ് പ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കർത്താവ് അതിനുള്ള കൃപകളും ദൈവശക്തിയും ഞങ്ങൾ തന്ന് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്താൻ ഈ ദേശത്ത് മണർകാട് ദേശം യേശുവിന്റെ ദേശമായി മാറപ്പെടണം. ഈ മണർകാട് പഞ്ചായത്തിന് 19 വാർഡുണ്ട്. ഈ 19 വാർഡും യേശുവിന്റെ നാമം മഹിമപ്പെടുവാനും കോട്ടയം ജില്ല നമ്മുടെ സ്റ്റേറ്റുകളെല്ലാം ഹല്ലേലൂയ ദൈവത്തിൽ അറിയുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങൾ ദിനംതോറും ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാ വർഷവും 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പീരീഡ് എടുക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങൾ കൃപ തരുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷവും ഞങ്ങൾ 10ാമത്തെ 40ാമത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ നടത്തുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് മുന്നേറുവാൻ ഞങ്ങളെ ദൈവം ഇപ്പോഴും ഞങ്ങളുടെ ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. അതുപരി ഈ അരോമ TV-യിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ തക്കോണം ദൈവം ഹല്ലേലൂയ വലിയവനായ ദൈവം എനിക്ക് തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് ഒരു സാക്ഷി ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഈ സാക്ഷ്യം അനേകർക്ക് ഒരു സാക്ഷികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനായി ഈ അരോമ TV-യുടെ ഹല്ലേലൂയ അതിനെ മുന്നോട്ട് നയിക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്ററിനെയും കുടുംബത്തെയും എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. ദൈവമഹത്വം എല്ലായിടത്തും വെളിപ്പെടട്ടെ. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രപ്പ. ഞങ്ങൾക്ക് ഇന്ന് ഈ ദിവസം തന്ന ഈ സ്തോത്രം ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ഇതിന്റെ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവ് ഉന്നമേ കണ്ടിരുന്നതിനായി സ്തോത്രം. അതിനുള്ള മുഖാന്തരങ്ങളെല്ലാം ദൈവം ഒരുക്കി എല്ലാം നന്മയ്ക്ക് എതിരട്ടെ. എല്ലാ മഹത്വം തരുന്ന കർത്താവ് ഒരിക്കൽ കൂടി അഭിഷേക ദാസനെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർക്കിതൊരു വലിയ അനുഗ്രഹമായി കർത്താവെ അനേകരെ കർത്താവെ പുറത്തു കൊണ്ടുവരാൻ തക്കോണം ഈ ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരണം. നന്മയ്ക്ക് എതിരട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു. ഗോഡ് ബ്ലസ്. ഹല്ലേലൂയ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.